ചരിത്രം തീരമണഞ്ഞു. കേരളത്തിന്റെ ചിരകാല സ്വപ്നമായിരുന്ന വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് ചരക്കുകളുമായി നങ്കൂരമിട്ടു. കേരളം ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് കവാടമായി മാറാൻ ഒരുങ്ങുകയാണ്. നാളെയാണ് ഔദ്യോഗിക സ്വീകരണവും വാട്ടർ സല്യൂട്ടും. പരിപാടിക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ UDF അമർഷത്തിലാണ്. നാളെ പ്രതിഷേധ ദിനം ആചരിക്കും. വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. വികസന വാതായനം തുറന്നോ? വിഴിഞ്ഞം കേരളത്തെ മാറ്റിമറിക്കുമോ? ആരുടെ കുഞ്ഞാണ് പദ്ധതി? ഉമ്മൻചാണ്ടിയുടെ പേരിടണം. ഈ ചർച്ചയിൽ ശ്രീ SK സജീഷ് CPM, ശ്രീ KM അഭിജിത്ത് കോൺഗ്രസ്, ശ്രീ സന്ദീപ് വാര്യർ BJP, ശ്രീ ഹരീഷ് വാസുദേവൻ അഭിഭാഷകൻ എന്നിവർ. വളരെ ചെറിയൊരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ SK സജീഷ്, കേരളത്തെ സംബന്ധിച്ചൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റൺ നടക്കുമ്പോൾ ഉണ്ടാവുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടെങ്കിലുമായി ചർച്ചയിലുള്ള കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ സമുദ്ര കവാടമാകാനുള്ള, ട്രാൻസ്ഷിപ്മെന്റ് കവാടമാകാനുള്ള സുവർണാവസരം സമാരംഭിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ആ സന്തോഷകരമായ ദിനത്തിൽ പ്രതിപക്ഷത്തെയും അവരുടെ കാലത്തും ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരുപോലെ സഹകരിപ്പിക്കേണ്ടതായിരുന്നില്ലേ? പ്രതിപക്ഷത്തിന് ഒരു പ്രതിഷേധ ദിനം പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമായിരുന്നോ? പ്രതിപക്ഷത്തിന് പ്രതിഷേധ ദിനം ഒരുക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സാഹചര്യം ഒരുക്കേണ്ട കാര്യമില്ല. നേരത്തെ തന്നെ ഈ തുറമുഖത്തേക്ക് ക്രെയിനുകൾ ഉള്ള കപ്പലുകൾ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടത്തിയ പരിപാടിയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്ത് പുറത്തേക്കിറങ്ങി പറഞ്ഞത്, ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തത് മോശമായി പോയി എന്നാണ്, ഒരിക്കലും മദർഷിപ്പ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞ്, മാത്രവുമല്ല ഒരു 2ാം വിമോചന സമരം നടത്തി ഈ സർക്കാരിനെ തന്നെ അട്ടിമറിച്ച് കളയും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനോ ഇത്തരം കാര്യങ്ങളെ തടസ്സപ്പെടുത്താനോ സർക്കാരിനെതിരായി പറഞ്ഞുകൊണ്ടിരിക്കാനോ ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏതെങ്കിലും രീതിയിൽ വഴിയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അത് അവരുടെ സ്ഥിരം ശൈലിയാണ്. ആ ശൈലിക്കനുസരിച്ച് അവർ മുന്നോട്ട് പോകും എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അപ്പോ ശ്രീ സജീഷ്, കഴിഞ്ഞ ഈ ക്രെയിൻ സംവിധാനത്തിന്റെ ഉദ്ഘാടന വേളയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതാണ് പ്രകോപിപ്പിച്ചത്. അതുകൊണ്ടാണ് അന്ന് നിങ്ങൾക്ക് ഗുണപരമല്ലാത്ത വിധത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭീഷ്ടങ്ങൾക്കനുസരിച്ചല്ലാത്ത വിധത്തിലോ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു എന്നുള്ളത് കൊണ്ടാണോ ഈ നാളത്തെ ചടങ്ങിൽ ഒഴിവാക്കിയത്? അല്ല, നാളത്തെ ചടങ്ങിൽ പ്രത്യേകിച്ച് ആ കാരണം കൊണ്ട് മാത്രമല്ല, ഇതൊരു ട്രയൽ റൺ എന്നുള്ള നിലക്കാണ് കണ്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ആളുകളെയെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. മന്ത്രി ഉൾപ്പെടെ ആ കാര്യം വിശദീകരിച്ചിട്ടുമുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകണമെന്ന് കരുതുന്നില്ല. ഞാൻ പറഞ്ഞത്, ഇവരെ ക്ഷണിച്ചാലും ഇവർ വരാനോ അല്ലെങ്കിൽ വന്ന് നല്ല വർത്തമാനം പറയാനോ പോകുന്നില്ല. ഇവർ ഇതിനെ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചവരാണ്. എതിർത്തിട്ടേ ഇരുന്നുള്ളൂ. ഈ പ്രവർത്തനം എങ്ങനെയെല്ലാം തടസ്സപ്പെടുത്താം എന്ന് മാത്രമാണ് അവർ സ്വപ്നം കണ്ടത്. അതിനു മാത്രമാണ് അവർ മുന്നോട്ട് പോയത്. പക്ഷേ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിലെ സർക്കാർ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയപ്പോഴാണ് ഇത്തരം പദ്ധതികളെല്ലാം കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നത് എന്ന് മലയാളികൾക്ക് മനസ്സിലാകും. അത് ഇവർ എതിർത്ത ഏത് പദ്ധതിയായാലും ആ പദ്ധതികളെല്ലാം ഇവർ വഴിയിലുപേക്ഷിച്ചു പോയതും എതിർത്തതുമായിട്ടുള്ള എല്ലാ പദ്ധതികളും, അത് ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിലായാലും ദേശീയപാതയുടെ കാര്യത്തിലായാലും ഇടമൺ കൊച്ചി പവർ ഹൈവേയുടെ കാര്യത്തിലായാലും മറ്റെല്ലാം നമ്മുടെ മുന്നിൽ അനുഭവമായിട്ടുണ്ട്. ആ അനുഭവത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കേരളത്തിലെ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമായി ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖവും മാറുകയാണ്. ശരി, ഓക്കെ. KM അഭിജിത്ത്, നാളത്തേതൊരു നല്ല ദിവസമാണ്. വിഴിഞ്ഞം തുറമുഖത്തിൽ ട്രയൽ റൺ നടക്കുന്നു. മദർഷിപ്പ്, ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ വലിയ കപ്പൽ കമ്പനിയുടെ മെസ്കിൻ്റെ കപ്പൽ സാൻ ഫെർണാണ്ടോ തീരത്ത് എത്തിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ ഔദ്യോഗിക ചടങ്ങ് നാളെ നടക്കാനിരിക്കുകയാണ്. അവിടുത്തെ ജനപ്രതിനിധികളും മറ്റുമായ പ്രതിപക്ഷ അംഗങ്ങൾ പങ്കെടുക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു പ്രതിഷേധ ദിനം ഒക്കെ ആചരിക്കുക വഴി, നല്ലൊരു ദിവസത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുക വഴി എന്താണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്? ശ്രീ അഭിലാഷ്, ആദ്യം CPM-ന്റെ പ്രതിനിധി പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ സാങ്കേതിക തകരാറുകൾ കൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് എനിക്കറിയില്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഞാൻ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. ഇന്ന് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ്. സ്വപ്നം തീരമണിയുന്നു. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അപ്പം അതിൻ്റെ മുൻപ് അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ സ്വപ്നം പൂവണിയുന്നു എന്ന് പറയുന്നതായിരുന്നു കുറച്ചുകൂടി അദ്ദേഹത്തിന് കൂടി അഭികാമ്യം. കാരണം നമുക്കറിയാം, കൃത്യം 8 വർഷക്കാലം മുൻപ് അഭിലാഷ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർത്തീകരിക്കുന്നില്ല, അതിലേക്ക് പോകാം. മലയാളിയുടെ വികസന മോഹങ്ങളുടെ മറവിൽ 6000 കോടി രൂപ വില വരുന്ന
ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറ്റം ചെയ്യുന്ന കൂറ്റൻ അഴിമതിയാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞത് ബഹുമാന്യനായ ശ്രീ പിണറായി വിജയനായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ CPM പ്രതിനിധി ഏറ്റവും ഒടുവിൽ ചില വികസന പദ്ധതികളുടെ മുടക്കുന്നു എന്നുള്ളതാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ശ്രീ അഭിലാഷ്, ഈ പദ്ധതി അടക്കം 2015 ഡിസംബർ മാസത്തിൽ തറക്കല്ലിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഏറ്റവും നമുക്കറിയാം ഒരു പദ്ധതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ഥലമേറ്റെടുക്കലാണ്. സ്ഥലമേറ്റെടുക്കൽ നമ്മുടെ കേരളത്തിൽ ഏത് പദ്ധതികൾ എടുത്ത് പരിശോധിച്ചാലും ഏറ്റവും വലിയ കടമ്പ, ഒരു പദ്ധതിയുടെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നതാണ് സ്ഥലമേറ്റെടുപ്പ്. എന്നാൽ വിഴിഞ്ഞം പദ്ധതിക്ക് സ്ഥലമേറ്റെടുപ്പ് അടക്കം പൂർത്തീകരിച്ച് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ടെൻഡറിംഗ് അടക്കം പൂർത്തീകരിച്ചിട്ടാണ് ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ പ്രവർത്തന പന്താവിൽ നിന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ നിന്ന് പിന്നീട് പടിയിറങ്ങുന്നത്. അത് കഴിഞ്ഞ് അന്നത്തെ കരാറിൽ എന്തായിരുന്നു പറഞ്ഞത്? കൃത്യം 1000 ദിവസം കൊണ്ട് 1000 ദിവസം കൊണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ 1-ാം ഘട്ടം പൂർത്തീകരിക്കപ്പെടും. നോക്കൂ അഭിലാഷ്, 2019 പൂർത്തീകരിക്കപ്പെടേണ്ട 1-ാം ഘട്ടമാണ്. ഇവരുടെ നിസ്സംഗത മൂലം ഒരു ഭരണകൂടത്തിന്റെ ലാഘവത്തിന്റെ ഭാഗമായിട്ട് 5 വർഷക്കാലത്തിന് ഇപ്പുറത്തേക്ക് നമ്മൾക്ക് ഈ ഒരു വലിയൊരു എന്താ പറയുക, നമ്മളൊക്കെ സന്തോഷിക്കുന്ന സമയമാണ്. ശരിയാണ്, കേരളവും ഇന്ത്യയും ഒക്കെ സന്തോഷിക്കുന്ന, ഒരുപക്ഷെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഏറ്റവും വലിയ വികസനം എന്ന രീതിയിൽ അടയാളപ്പെടുത്താൻ സാധിക്കുന്ന വിഴിഞ്ഞം വരുമ്പോൾ നമ്മൾക്കൊക്കെ സന്തോഷമാണ്. ആ സന്തോഷത്തിന് ഇത്രയും കാലത്തെ വൈക്കം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ആ കാരണത്തിന്റെ പേര് CPM എന്നാണ്, അവരുടെ സമരാഭാസം എന്നാണ്. അതുകൊണ്ടാണ് ഈ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ അങ്ങനെ സമരം നടന്നോ അഭിജിത്ത്? ശരിയാണ്, പിണറായി വിജയൻ മുമ്പ് 6000 കോടിയുടെ അഴിമതി ആരോപിച്ചിട്ടുണ്ട്. അന്ന് ദേശാഭിമാനി വലിയ തലക്കെട്ട് കൊടുത്തതും ഞാൻ ഓർക്കുന്നു. പക്ഷെ അതിനുശേഷം അധികാരത്തിലെത്തുന്നതിന് മുൻപ് CPM-ന്റെ കേരള യാത്ര നടന്നപ്പോൾ തിരുവനന്തപുരത്തെ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ വ്യക്തമാക്കിയത് കഴിഞ്ഞ സർക്കാരിൻ്റെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പദ്ധതികൾ ഞങ്ങളുടെ സർക്കാർ വന്നാലും തുടരും, വിഴിഞ്ഞമടക്കമുള്ളവ അതിൽ തുടർച്ചയുണ്ടാവുമെന്ന് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വ്യക്തമാക്കിയതിന് ശേഷമാണ് അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. എന്തായാലും അതിനുശേഷം 2015 അവസാനമാണ് തറക്കല്ലിട്ടത്. 2016 പുതിയ സർക്കാർ വന്നു. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, ഓഖി പോലെ മറ്റു ചില കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ പോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒടുവിൽ പക്ഷേ ഈ പദ്ധതി യാഥാർത്ഥ്യമാവുന്നു. അത് അതിൻ്റെ സ്വപ്ന ദശയിൽ നിന്ന് സ്വപ്നം കണ്ടിരുന്നത് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു എന്നുള്ളത് വലിയ കാര്യമല്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആ യാഥാർത്ഥ്യത്തിന്റെ ശോഭ കെടുത്തുന്ന വിധത്തിൽ പ്രതിഷേധ ദിനമൊക്കെ ആചരിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന്. അല്ല അഭിലാഷ്, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കേരളത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന വലിയൊരു പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ, ട്രയൽ റണ്ണിലേക്ക് വിഴിഞ്ഞം പദ്ധതി കടക്കുമ്പോൾ ആരാണ് അവിടെ സങ്കുചിത മനോഭാവത്തോടെ പെരുമാറുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഭരണകൂടം എന്നല്ലാതെ മറ്റെന്താണ് മറുപടി? നോക്കൂ, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, കടൽക്കൊള്ള എന്തായാലും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും ഓന്തിനേക്കാൾ വലിയ വേഗത്തിൽ നിറമാറാൻ സാധിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് കടൽക്കൊള്ള എന്ന് വാർത്ത കൊടുത്ത ദേശാഭിമാനിക്ക് വികസന തീരം ഉണരുന്നു എന്നുള്ള ഹെഡിങ് ഇന്ന് പ്രസിദ്ധീകരിക്കേണ്ടി വരുന്നത്. അവിടെയാണ് ഇവരുടെ മാറ്റം. പക്ഷെ ഞങ്ങൾ പറയുന്നു, ഇത് ഞങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നില്ലല്ലോ. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം പറഞ്ഞാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. ഒരുപക്ഷെ ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ കേരളത്തിന്റെ ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഇച്ഛാശക്തിയല്ലേ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിയല്ല. ഒരു കാര്യം കൂടി അഭിലാഷ് പറയാം. ഇവിടെ അങ്ങ് ചോദിച്ചു മറ്റെന്തെങ്കിലും സമീപനം സ്വീകരിച്ചോ? ഈ ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം 1-ാം പിണറായി വിജയന്റെ ഭരണകൂടം അധികാരത്തിൽ വന്നപ്പോ എന്താ അഭിലാഷം ഉണ്ടായിരുന്നത്? ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചു. ഇവരുടെ ഞാൻ പറയാം, ഇന്നത്തെ രാജ്യസഭാ MP-യുടെ അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്, വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിന് നഷ്ടക്കച്ചവടമായിരുന്നു എന്ന് CAG റിപ്പോർട്ട് ഉണ്ട് എന്നടക്കമാണ് തിരുവനന്തപുരത്തുള്ള അന്നത്തെ MP-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അവിടെയാണ് പിണറായി വിജയന്റെ ഭരണകൂടം തന്നെ ഉമ്മൻചാണ്ടിയെ വിഴിഞ്ഞം പദ്ധതിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ബന്ധപ്പെടുത്താൻ സാധിക്കുമോ എന്ന് കൃത്യമായ ഒരു കമ്മിറ്റി വെച്ച് ആ കമ്മിറ്റി അടക്കം ഈ റിപ്പോർട്ടുകളെ തള്ളി. ഇതിൽ ഒരു തരത്തിലുമുള്ള അവിഹിതമായിട്ടുള്ള ഇടപെടലില്ല എന്ന് മറിച്ച് കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും വലിയ കരുതലാകുന്ന പദ്ധതിയാണ് ഈ വിഴിഞ്ഞം പദ്ധതി എന്നും അവർക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു. ഞാൻ അവിടെയാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം അഭിലാഷ്. ഇവിടെ അല്ലല്ല, ഇത് പറയണല്ലോ അഭിലാഷേ, ഇവിടെ വലിയ കാര്യങ്ങൾ പറയുന്ന CPM-നെ സംബന്ധിച്ച് അവരുടെ സങ്കുചിത മനോഭാവം, ഉമ്മൻചാണ്ടി എന്ന സൂര്യ തേജസ്സിനെ, ഞാൻ വീണ്ടും പറയുന്നു, സൂര്യനെ പാഴ്മുറം വെച്ച് മറയ്ക്കാമെന്നുള്ള CPM-ന്റെ വെറും ഒരു ദുഷ്ടലാക്കാണ് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കേരളത്തിന് ഏറ്റവും അനിവാര്യമാകുന്ന പദ്ധതിയിൽ
പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന, കേരളത്തിന്റെ ചരിത്രത്തിനിപ്പുറത്ത് മുഖ്യമന്ത്രിയോളം തന്നെ പദ്ധതികളിൽ പങ്കാളിയായിരുന്ന പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിക്കൊണ്ടൊരു ട്രയൽ റണ്ണിലേക്ക് CPM പോകുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം വായിച്ചെടുക്കുന്നുണ്ട് എന്ന് മാത്രം CPM കരുതിയാൽ മതി എന്നതാണ് മറുപടി. ഉമ്മൻചാണ്ടിയുടെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. ഓക്കെ, ഫൈൻ, ശരി, ഇത് ചർച്ചയല്ലേ. ഞാൻ അടുത്ത റൗണ്ടിൽ അടുത്ത കാര്യങ്ങളിലേക്ക് വരാം. പക്ഷെ സന്ദീപ് വാര്യർ, ഇപ്പോൾ കൊളംബോ, സിംഗപ്പൂർ തുടങ്ങിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളിൽ വലിയ തിരക്കാണ്. മദർഷിപ്പുകൾക്ക് 5-6 ദിവസം കാത്തുനിന്ന ശേഷം മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയൂ. അതുകൊണ്ട് അവർക്ക് നഷ്ടമുണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് വിഴിഞ്ഞം വരുന്നത്. വിഴിഞ്ഞം വാണിജ്യാടിസ്ഥാനത്തിൽ 3-4 മാസത്തിനകം സജ്ജമാകാൻ പോകുമ്പോൾ അത് വലിയ തോതിൽ വിജയമാകാൻ പോകുന്നു എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ രംഗത്തുള്ള ആളുകൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ആ നിലയിൽ നോക്കിയാൽ കേരളത്തെ സംബന്ധിച്ച് വലിയ അഡ്വാൻറ്റേജ് ആകാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. ക്രെഡിറ്റ് തർക്കത്തിനപ്പുറത്ത് ഇതൊരു ശുഭസൂചനയായി കാണുന്നുണ്ടോ ഈ പദ്ധതിയുടെ ട്രയൽ റൺ? തീർച്ചയായിട്ടും ഇത് കേരളത്തിന് മാത്രമല്ല രാജ്യത്തെമ്പാടും വലിയ വികസന കുതിപ്പുണ്ടാകാൻ സഹായകമാവുന്ന ഒരു വലിയ ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് മദർഷിപ്പുകൾക്ക് അടുക്കാൻ പറ്റുന്ന ഒരു പോർട്ട് കണക്ടിവിറ്റി കിട്ടാൻ പോവുകയാണ്. നേരത്തെ നമുക്കറിയാം, മറ്റ് രാജ്യങ്ങളിലെ കൊളംബോ അല്ലെങ്കിൽ സിംഗപ്പൂർ, മറ്റ് രാജ്യങ്ങളിലെ വലിയ പോർട്ടുകളിൽ ഇറക്കിയിരുന്ന മദർഷിപ്പുകൾ വന്ന് ഇറക്കിയിരുന്ന കണ്ടെയ്നറുകൾ അവിടുന്ന് ചെറിയ ഷിപ്പുകളിലേക്ക് മാറ്റി അതായിരുന്നു നമ്മുടെ പോർട്ടുകളിൽ വന്ന് ഇറങ്ങിയിരുന്നത്. പക്ഷെ അതിന് പകരം വലിയ മദർഷിപ്പുകൾ വളരെ വന്നെടുക്കാൻ കഴിയുന്ന പ്രകൃതിദത്തമായ ഒരു പോർട്ട് വിഴിഞ്ഞത്തുണ്ട് എന്ന് അത് ഇന്നോ ഇന്നലെയോ കണ്ടെത്തിയതല്ല. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ അത്തരത്തിലൊരു കണ്ടെത്തലുണ്ടായിരുന്നു. അത്തരത്തിൽ വിഴിഞ്ഞത്തൊരു പോർട്ട് വേണം എന്ന രീതിയിൽ ചരിത്രകാലം മുതൽക്ക് തന്നെ അതിനുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ട് കഴിയേണ്ടി വന്നു ഇത്തരത്തിലൊരു വലിയ പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ ഇനിയെങ്കിലും മലയാളികൾ ഒന്ന് കുറച്ച് കണ്ണ് തുറന്ന് വിശാല മനസ്ഥയോടുകൂടി കാര്യങ്ങളെ സമീപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഇവിടെ ഇന്ന് നാളെ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്തും ഇവിടെ നടക്കുന്നത് കേവലമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ്. ഇവിടെ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന വാസ്തവത്തിൽ എത്രയോ കാലം മുമ്പ് വരേണ്ടിയിരുന്നതായിരുന്നു. ഞാൻ ശ്രീ ഉമ്മൻചാണ്ടി, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവോടും കൂടി പറയുകയാണ്, ഇത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നെങ്കിൽ ഇത് കോൺഗ്രസിന്റെ സ്വപ്നമായിരുന്നു. കാരണം 10 വർഷക്കാലം UPS സർക്കാർ രാജ്യത്ത് അധികാരത്തിലുണ്ടായിരുന്നല്ലോ. എന്തേ UPS സർക്കാരിനെ നടപ്പാക്കാൻ കഴിയാതെ പോയത്? അപ്പൊ ഈ അടിസ്ഥാന വികസനത്തിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. രാജ്യത്തെമ്പാടും സാഗർമാല പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി പോർട്ടുകളുടെ നവീകരണങ്ങളും പുതിയ പോർട്ടുകളുടെ തുടക്കവും ഒക്കെ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് രാജ്യത്തുള്ള എല്ലാ പോർട്ടുകളും നവീകരിക്കപ്പെടുന്നു. അതിലേക്ക് പോർട്ട് കണക്ടിവിറ്റി ഉണ്ടാകുന്നു, റെയിൽ കണക്ടിവിറ്റി ഉണ്ടാകുന്നു, റോഡ് കണക്ടിവിറ്റി ഉണ്ടാകുന്നു. അങ്ങനെ വലിയ ഒരു വികസന കുതിപ്പ് രാജ്യത്തുണ്ടാവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞവും രൂപപ്പെടുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, വിഴിഞ്ഞം യാഥാർത്ഥ്യമായതിന് പിന്നിൽ ഇവിടെ നമ്മൾ ഈ കോൺഗ്രസും CPM ഒരുപോലെ എതിർക്കുന്ന അദാനി എന്ന് പറയുന്ന ഗൗതം അദാനി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രയത്നത്തെ, അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയെ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കുമോ? അപ്പൊ സ്വകാര്യ മൂലധനത്തെ എതിർക്കുകയും അദാനിയും അംബാനിയും കോർപ്പറേറ്റുകളാണെന്ന് പറയും, അദാനിയും അംബാനിയും ഒക്കെ BJPയുടെ ആളുകളാണെന്ന് ഒരു വശത്തോട് പറയുകയും വിഴിഞ്ഞത്തിന്റെ 15 കിലോമീറ്റർ അപ്പുറത്തുള്ള തിരുവനന്തപുരം എയർപോർട്ട് ഏറ്റെടുത്തിരിക്കുന്ന അദാനി മോശക്കാരനും 15 കിലോമീറ്റർ ഇപ്പുറത്ത് വിഴിഞ്ഞം പോർട്ട് ഏറ്റെടുത്ത അദാനി നല്ലവനുമായി മാറുന്ന വിചിത്രമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. മലയാളികൾ മാറേണ്ടിയിരിക്കുന്നു. ഇവിടെ അദാനി വേണം, അംബാനി വേണം, ടാറ്റ വേണം, യൂസഫ് അലി വേണം, പുതിയ ആളുകൾ, പുതിയ കോർപ്പറേറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. കോർപ്പറേറ്റ് എന്ന വാക്ക് എന്തോ മോശമായിട്ടുള്ള വാക്കാണ്, അത് ഒട്ടും അവര് രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ലാത്തവരാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് മലയാളികളെ മുഴുവൻ കോർപ്പറേറ്റ് വിരുദ്ധരാക്കി മാറ്റിയിട്ടുള്ള ഇവിടുത്തെ ഈ ഇടത് കോൺഗ്രസ് രാഷ്ട്രീയം, അതിനെ മലയാളികൾ തിരിച്ചറിയേണ്ട സമയമാണ്. ഗൗതം അദാനി എന്ന് പറയുന്ന അദാനി പോർട്സിന്റെ ഇച്ഛാശക്തിയും അവരുടെ പരിചയ സമ്പന്നതയും ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ഈ പോർട്ട് യാഥാർത്ഥ്യമാവില്ലായിരുന്നു. നോക്കൂ, ഈ പോർട്ട് യാഥാർത്ഥ്യമാവുന്നതിന് തടസ്സമായിട്ടുള്ളത് കേരളത്തിലെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളായിരുന്നു. എത്രയോ കാലമായി അദാനിയെ വാസ്തവത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ട് ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടാണ്. മുന്ദ്ര പോർട്ട് 98-ൽ ശിലാസ്ഥാപനം കഴിഞ്ഞ് 2002-ൽ കമേഴ്സ്യൽ രീതിയിൽ പ്രവർത്തനക്ഷമമായി മാറി. അതിനിടയിലാണ് അവിടെ വലിയ ഭൂകമ്പം ഉണ്ടായത്. കച്ചിൽ ഭൂകമ്പം ഉണ്ടായി, 1.5 ലക്ഷം മനുഷ്യരവിടെ മരിച്ചു. എന്നിട്ട് പോലും അവിടെ അവരുടെ എല്ലാ ഫെസിലിറ്റികളും നശിച്ചു. നിർമ്മിച്ചുകൊണ്ടിരുന്ന എല്ലാ ഫെസിലിറ്റികളും മുന്ദ്ര പോർട്ടിൽ നശിച്ചിട്ട് അതെല്ലാം റീബിൽഡ് ചെയ്ത് 2002-ൽ തന്നെ കമേഴ്സ്യലി ഓപ്പറേഷൻ തുടങ്ങി മുന്ദ്രയിൽ.
അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും അദാനിക്ക് സമാനമായിട്ടുള്ള പോർട്ട് പ്രൊജക്ടുകളുണ്ട്. അവിടെ എല്ലാം പ്രകൃതിക്ഷോഭങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൽ പ്രളയത്തിന്റെയും മോഖിയുടെയും ഒക്കെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും ഇവിടുത്തെ സമരങ്ങളെ നേരിടാൻ സർക്കാരിന് കഴിയാതെ പോയതുകൊണ്ടും ഇച്ഛാശക്തിയോടുകൂടി ഈ സ്ഥാപിത താല്പര്യക്കാരുടെ സമരങ്ങളെ നേരിടാൻ കഴിയാതെ പോയതുകൊണ്ടും നമ്മുടെ ഈ പോർട്ട് എത്ര കാലം നീണ്ടു. അത് മാത്രമല്ല, വലിയ തോതിൽ അഴിമതിക്ക് പോലും സംസ്ഥാന സർക്കാർ ശ്രമിച്ചു. സംസ്ഥാനത്തെ മന്ത്രിമാരുമായി ബന്ധമുള്ള പാറമടക്കാർക്ക് പാറ കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ പാറ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അദാനിക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. അവിടെ പിണറായി വിജയന്റെ അനിയനായിട്ടുള്ള സ്റ്റാലിൻ അവിടെ അതിനെ ഉടക്കിടാൻ വേണ്ടി ശ്രമിച്ചു. DMK അവിടെ ഉടക്കിട്ടു. പരമാവധി അദാനി ഗ്രൂപ്പിന് പാറ കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായി. അദ്ദേഹം സലാലയിൽ നിന്നും അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്നും പാറ എത്തിക്കാൻ പോലും ആലോചിച്ചു. അങ്ങനെ എത്രയോ കാലം ഈ പോർട്ടിനെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് പോർട്ട് വരാതിരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എല്ലാ പിന്തുണയും ഇവരെല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഇച്ഛാശക്തിയോടുകൂടി നമുക്ക് നമ്മുടെ ഗവൺമെന്റുകൾക്ക് സമീപിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്രയോ കാലം മുമ്പ് കേരളം ഇനിയെങ്കിലും മാറി ചിന്തിക്കണം. മലയാളി യുവാക്കൾ പ്രത്യേകിച്ച് ഇനിയെങ്കിലും മാറി ചിന്തിക്കണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പോർട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് മദർഷിപ്പുകൾ കണ്ടെയ്നറുകൾ മദർഷിപ്പിൽ നിന്ന് മറ്റ് ഷിപ്പുകളിലേക്ക് മാറ്റി മറ്റ് പോർട്ടുകളിലേക്ക് മാത്രം കൊണ്ടുപോകുന്ന ഒരു പോർട്ടായിട്ട് മാറാതിരിക്കണമെങ്കിൽ കേരളത്തിൽ അതിന് ആനുപാതികമായിട്ടുള്ള കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യാൻ വേണ്ടിയുള്ള വ്യാവസായിക വികസനം ഉണ്ടാവണം. അങ്ങനെ തൊഴിലവസരം ഉണ്ടാവും. അതല്ലാതെ അവിടെ പോർട്ട് വന്നുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാനില്ല. ആ പോർട്ടിന് അനുബന്ധമായിട്ടുള്ള വ്യാവസായിക വികസനം കൊണ്ടുവരാൻ കേരളത്തിലെ സംസ്ഥാന സർക്കാർ കഴിയോ? അതോ കിറ്റക്സിനെ ഓടിച്ചതുപോലെ ഏതെങ്കിലും പെട്ടിക്കട തുടങ്ങിയാലും ഓടിക്കുന്ന പരിപാടിയുമായി വീണ്ടും പിണറായി വിജയനും സംഘവും വരുമോ എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ശ്രീ ഹരീഷ് വാസുദേവൻ 8867 കോടി മുടക്കുമ്പോൾ അതിൽ 5595 കോടി സംസ്ഥാനമാണ്, കേരളമാണ് നിർവഹിക്കുന്നത്. അതായത് പദ്ധതി ചെലവിന്റെ 2/3 സംസ്ഥാനം നിർവഹിക്കുന്ന കേന്ദ്രത്തിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായിട്ട് 818 കോടി ഉള്ള ഒരു പദ്ധതിയാണ്. അതേസമയം നമുക്കറിയാം 2034 മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഗുണം കേരളത്തിന് കിട്ടുകയുള്ളൂ. ഈ കരാർ കേരളത്തിന് ഗുണകരമല്ല, സംസ്ഥാന താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് തുടങ്ങിയ ഒരുപാട് വിവാദങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആത്യന്തികമായി ഇങ്ങനൊരു പദ്ധതി എന്നുള്ളത് വളരെ കാലമായിട്ടുള്ള ആലോചനയും ആഗ്രഹവും ഒക്കെയാണ്. അത് നടക്കുന്നു. ആ മേഖലയിൽ എക്സ്പെർട്ടൈസ് ഉള്ള കമ്പനി വരുന്നു എന്നുള്ളതിൽ ഈ പറഞ്ഞ ഒബ്ജക്ഷൻസ് ഒക്കെ പലരും മാറ്റിവെക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ എന്തായാലും ട്രയൽ റൺ നടക്കുകയാണ്. യാഥാർത്ഥ്യമായിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം കമേഴ്ഷ്യൽ ഓപ്പറേഷൻ ഒരു 3-4 മാസത്തിനകം തുടങ്ങുകയും ചെയ്യും. താങ്കളെ സംബന്ധിച്ച് പഴയ നിലപാടുകളിൽ മാറ്റമുണ്ടോ? എൻ്റെ 5-6 വർഷം മുമ്പുള്ള, ഒരുപക്ഷെ 8-9 വർഷം മുമ്പുള്ള ചർച്ചകൾ അതിൻ്റെ വീഡിയോ അവൈലബിൾ ആണെങ്കിൽ അഭിലാഷിന് പരിശോധിച്ച് നോക്കാം. ഞാൻ അന്ന് ചോദിച്ച ചില ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഒന്ന്, സാമാന്യയുക്തി. നമ്മൾ മറ്റ് സാങ്കേതികത്വം ഒക്കെ വിട്ടുകഴിഞ്ഞാൽ സാമാന്യയുക്തി വെച്ച് ആലോചിച്ചാൽ ഭരണഘടനയുടെ വിവിധ വിഷയങ്ങളിൽ പോർട്ട് എന്നതിൽ മേജർ പോർട്ട് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്. കേന്ദ്ര സർക്കാരാണ് ഇന്ത്യയിലെ മേജർ പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. അതിനൊരു പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് പോർട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം, ഭരണഘടനാപരമായ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്, മേജർ പോർട്ടുകളാണെങ്കിൽ. അങ്ങനെ മേജർ പോർട്ട് നമ്മൾ റെയിൽവേ പോലെ ഒരിക്കലും കേരളം കാശ് മുടക്കി റെയിൽവേ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിന് നമ്മൾ കൃത്യമായിട്ട് ഭരണഘടനയിൽ പൈസ വകയിരുത്തിയിട്ടുണ്ട്. അത് കേന്ദ്രത്തിൻ്റെ സ്കീമിൽ വരേണ്ട ഒന്നാണ്. 9540 കോടി രൂപയാണ് വിഴിഞ്ഞത്തിൻ്റെ ടോട്ടൽ കോസ്റ്റായിട്ട് ഇപ്പോഴിറങ്ങിയ സർക്കാർ ഉത്തരവിൽ പറയുന്നത്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ 2/3 പണവും സർക്കാരാണ് മുടക്കുന്നത്. നമ്മളുടെ വൈകാരിക ചർച്ചകൾ മാറ്റിവെച്ചാൽ വിഴിഞ്ഞം ഇത്രയേറെ സാധ്യതകളുള്ള, ഇത്രയേറെ കോടിക്കണക്കിന് രൂപ സർക്കാരിന് ഗുണം കിട്ടുന്ന, ഇന്ത്യയിലേക്ക് വരുന്ന മുഴുവൻ മേജർ ഷിപ്മെൻറ്റും കൈകാര്യം ചെയ്യുന്നതിൽ ദുബായിക്കും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കും കൊളംബോയ്ക്കും ഒക്കെ പണം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന് തന്നെ ചെലവാക്കുന്ന പണത്തിൽ വലിയ ലാഭം കിട്ടുമെങ്കിൽ ഇതൊരു ഐഡിയൽ പോർട്ട് ഏരിയ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സാധാരണക്കാരായ മലയാളിക്കാരുടെ എന്തുകൊണ്ടാണ് ഇതിൽ സംസ്ഥാന സർക്കാരിന് പണം കൊടുക്കേണ്ടി വരുന്നത്? ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വൈകാരികതയും തിരുവനന്തപുരത്തിൻ്റെ പ്രാദേശികവാദം ഉൾപ്പെടെയുള്ള വൈകാരികതകൾ ചേർത്തുകൊണ്ട് വസ്തുതകൾ മാറ്റിവെക്കുന്നതുകൊണ്ടാണ് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി ആവുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി ഒരു കാലത്തും ആവാത്തതും. കേന്ദ്ര സർക്കാർ മുതൽ മുടക്കി തുടങ്ങേണ്ട ഒരു മേജർ പോർട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ വരുന്നതും ഇതിനകത്ത് ലാഭം നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ 60 വർഷങ്ങൾക്ക് ശേഷം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, വിഴിഞ്ഞം ഒരു നാച്ചുറൽ പോർട്ടാണെങ്കിൽ അവിടെ യാതൊരു തരത്തിലുള്ള ഡ്രഡ്ജിങ്ങും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ശരിയാണെങ്കിൽ ഈ ഏറ്റവും അവസാനം എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. പുതിയ എൻവയോൺമെൻറ്റ് ക്ലിയറൻസിന് വേണ്ട പഠനത്തിന് 5 മാസത്തെ ടേംസ് ഓഫ് റെഫറൻസിന് ശേഷം അവരൊരു സ്റ്റഡി റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. പബ്ലിക് ഹിയറിംഗിൽ അവർ വെച്ചു. അതിൽ പോലും പറയുന്നത് ഇപ്പോൾ പ്രോജക്റ്റ് നടക്കുന്നതിൽ കപ്പൽ വരാൻ സാധ്യതയുള്ള അതിൻ്റെ തെക്ക് ഭാഗത്ത് വലിയ തോതിലുള്ള അക്രീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ മണൽ വന്നടിയുന്ന പ്രദേശമാണ്.
നിരന്തരമായ ഡ്രഡ്ജിങ് കൂടാതെ, ഈ ഡ്രഡ്ജിങ്ങിന് നിരന്തരമായിട്ടുള്ള കോസ്റ്റ് വകയിരുത്താതെ ഒരു കപ്പലിലും അവിടെ വന്ന് നാച്ചുറലി വന്നു പോകാൻ സാധിക്കില്ല. ഈ പറയുന്ന ഹൈപ്പിനപ്പുറത്ത്, ഈ ഹൈപ്പുകളെല്ലാം തള്ളി പറയുന്നതാണ് ഈ പഠന റിപ്പോർട്ടുകളെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേതൊരു പോർട്ടും പോലെ നിരന്തരമായ ഡ്രഡ്ജിങ് ആവശ്യമുള്ള, ആ ഡ്രഡ്ജിങ്ങിന് കൂടുതൽ പണം മുടക്കേണ്ട ഒരു പോർട്ടാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഭീമമായ തുക മുടക്കിയതിന് ശേഷം നേരത്തെ ശ്രീ പിണറായി വിജയൻ ഇലക്ഷൻ കാലത്ത് ഫേസ്ബുക്കിൽ ഉന്നയിച്ചതുപോലെ LDF സർവകക്ഷി യോഗത്തിൽ എഴുതി കൊടുത്തതുപോലെ, ബഹുമാനപ്പെട്ട അന്നത്തെ LDFിന്റെ നേതാവ് ശ്രീ തോമസ് ഐസക്കാണ് ആ വിഷയം LDF സർവകക്ഷി യോഗത്തിൽ പ്രസന്റ് ചെയ്തത്. ഇതൊരു പ്രദേശത്തിന്റെ CRZ നിയമങ്ങളിൽ ഇളവ് കൊടുക്കുകയും ഭീമമായ തുക വരുന്ന ഏതാണ്ട് 3000 കോടി രൂപയോളം വരുന്ന ലാൻഡ് അദാനിക്ക് കൈമാറുകയും ചെയ്തതിന് ശേഷമാണ് ഈ പ്രോജക്റ്റിലേക്ക് അദാനി വരുന്നത്. നമ്മൾ പറയുന്നത് ശരിയാണെങ്കിൽ, കേരളവും മാധ്യമങ്ങളും കൊട്ടിഘോഷിക്കുന്നത് ശരിയാണെങ്കിൽ, എന്തുകൊണ്ടാണ് അഭിലാഷ് ഇന്ത്യയിലെ മറ്റൊരു പോർട്ട് ഏജൻസിയും ഈ പോർട്ട് ഡെവലപ്പ് ചെയ്യാൻ വരാത്തത്? നമുക്ക് കൊള്ളാവുന്ന ചരക്കാണ് കൊടുക്കാനുള്ളെങ്കിൽ ആളുകൾ വന്ന് വാങ്ങിക്കില്ലേ? നമ്മൾ എന്തുമാത്രം ഇളവ് ഇതിന് കൊടുത്തു. കബോട്ടാഷ് നിയമത്തിൽ ഇളവ് പ്രഖ്യാപിച്ചു, പല തരത്തിലുള്ള സാമ്പത്തിക ഇളവുകൾക്ക് പ്രഖ്യാപിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് 100 ഹെക്ടർ സ്ഥലം CRZൽ നിന്ന് ഇളവ് കൊടുത്ത് സ്റ്റാർ ഹോട്ടൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഇളവ് വരെ കൊടുത്ത് ലാൻഡ് ഉൾപ്പെടെ കൊടുത്തതിന് ശേഷമല്ലേ അദാനി വന്നത്. അദാനി അല്ലാതെ വേറെ ആരും വന്നില്ലല്ലോ. എന്താ ഇന്ത്യയിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പോർട്ടാണെങ്കിൽ, ഇത് ലാഭകരമായി നടത്താവുന്ന പോർട്ടാണെങ്കിൽ, ഇതൊരു ഐഡിയൽ ലൊക്കേഷൻ ആണെങ്കിൽ നമ്മൾ ആളുകളുടെ പുറകെ നടക്കേണ്ടി വരുന്നത് എന്താ? നല്ല കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാത്ത ഇവിടുന്ന് ആരെങ്കിലും സമരം ചെയ്ത് ഓടിച്ചതുകൊണ്ടാണോ? അപ്പോൾ അന്ന് വസ്തുതകളായ കാര്യങ്ങളായിരുന്നു LDF ഉന്നയിച്ചത്. പക്ഷേ LDF അധികാരത്തിൽ വന്നപ്പോൾ UDF ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന തീരുമാനമെടുക്കുകയും ഈ വസ്തുതകളെല്ലാം വിഴുങ്ങുകയും പിന്നീട് സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ആളുകൾ സർക്കാരിന്റെ നിലപാടിനെ ന്യായീകരിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് LDF വന്നപ്പോൾ LDF എന്നെ ന്യായീകരിച്ച് ഇപ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതിന് അപ്പുറത്ത് അഭിലാഷ്, ഈ കാര്യത്തിൽ ഗൗരവമായിട്ടൊരു പ്രശ്നം, സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് അതിഭീമമായ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. മാത്രമല്ല ഇതിനകത്ത് ഇനി ഈ എൻവയോൺമെന്റ് ക്ലിയറൻസ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ പോലും നിരന്തരമായ ഡ്രഡ്ജിങ് ആവശ്യമുള്ളൊരു പോർട്ടാണ്. ആ പോർട്ട് വന്നോട്ടെ, തർക്കമൊന്നുമില്ല. പക്ഷേ ഇത് ഈ കൊട്ടിഘോഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, അതിന്റെ വടക്കൻ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മുടെ കടൽ തീരം എടുക്കുന്ന രീതിയിലുള്ള ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട്. ആ പദ്ധതി മുമ്പോട്ട് പോകുമ്പോൾ ഇത് സമഗ്രമായി പരിശോധിച്ചല്ലാതെ പോകരുത് എന്നാണ് എൻവയോൺമെന്റ് ക്ലിയറൻസിനെതിരായി കേസ് കൊടുത്തപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞത്. ആ നിലപാട് ഇപ്പോഴും നിൽക്കും. ശരി, അവിടെ ശ്രീ സജീഷ്, ഇപ്പോൾ ഹരീഷ് വാസുദേവൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളും പറഞ്ഞിട്ടുണ്ട്. ദേശാഭിമാനിയുടെ അന്നത്തെ പ്രതിയുടെ ഫോട്ടോ, അന്നത്തെ കോപ്പിയുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. കടൽ കൊള്ള എന്നായിരുന്നു ബാനർ ഹെഡിങ്. വിഴിഞ്ഞത്ത് 6000 കോടിയുടെ ഭൂമി തട്ടിപ്പ്, അത് ഒരു വാർത്ത. അടുത്ത വാർത്ത 2/3 വിഹിതം സർക്കാർ മുടക്കണം, ലാഭം 60, സർക്കാർ വിഹിതം ലാഭം 60 വർഷത്തേക്ക് സ്വകാര്യ കമ്പനിക്ക്, മത്സ്യബന്ധനത്തിന് മരണമണി, കടലിൽ കണ്ണീരിൻ്റെ ഉപ്പ്. ഇതേ പദ്ധതിയാണ് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി എന്ന് ഇപ്പോൾ നിങ്ങൾ പ്രഖ്യാപിച്ച് നടപ്പാക്കാൻ പോകുന്നത്. കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. അദാനിക്ക് വേണ്ടി പല കൺസെഷൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാലത്ത് എതിർത്ത, പിന്നീട് സർക്കാർ രൂപീകരിച്ചപ്പോൾ പിൻവലിച്ച എതിർപ്പ്, അതിനുശേഷം ഇത് നടന്നു എന്നുള്ള കാര്യത്തെ ഞാൻ ശ്ലാഘിക്കുക തന്നെയാണ്. നടന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പം പഴയ കാലത്തിൻ്റെ ഓർമ്മകളൊന്നും വേണ്ട എന്നുള്ളതാണോ? അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ പേര് എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. അത് ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യൂ. പക്ഷേ പഴയ കാലത്തിൻ്റെ ശേഷിപ്പുകളോ ഓർമ്മകളോ ഒന്നും വേണ്ടെന്ന് ശഠിക്കാൻ പറ്റുമോ? അഭിലാഷ്, സ്വാഭാവികമായും താങ്കൾ ഈ ചർച്ചയിൽ എനിക്ക് അല്പം സമയം തരണം. കാരണം കുറേയേറെ കാര്യങ്ങൾ ഇവിടെ പറയുകയും മാത്രവുമല്ല താങ്കൾ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കടന്നു പോകണം. ഒന്ന് താങ്കളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ ചോദ്യം നേരത്തെ ഈ ചർച്ചയിൽ അഭിജിത്ത് ഉന്നയിച്ചതാണ് എന്നുള്ളത് കൊണ്ട് ആ ചോദ്യത്തിൽ നിന്ന് തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. പ്രിയപ്പെട്ട അഭിജിത്ത് മനസ്സിലാക്കേണ്ടത്, 6000 കോടിയുടെ കൊള്ളയാണ് എന്ന കാര്യത്തിൽ അന്നും ഇന്നും അഭിപ്രായ വ്യത്യാസമില്ല. ആ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്ക് മാത്രമല്ല ശ്രീ അഭിജിത്ത് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ KPCC പ്രസിഡൻ്റായിരുന്ന VM സുധീരന് ആ അഭിപ്രായമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് കേരള താല്പര്യമല്ല ഉമ്മൻചാണ്ടിയുടെ കരാർ, പകരം അത് അദാനി താല്പര്യമാണ് ഉയർത്തിപ്പിടിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇനി അഭിജിത്ത് അത് നിഷേധിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ VM സുധീരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് സംസാരിക്കുന്ന വീഡിയോ ഉണ്ട്. സമയം തന്നാൽ ഈ ചർച്ചയിൽ ഞാനത് സംരക്ഷണം ചെയ്യാം. സമയം പോക്കണ്ട എന്ന് കരുതി ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. പിന്നെ അഭിജിത്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു ഞങ്ങൾ അന്വേഷണത്തിന് ശ്രമിച്ചു. അന്വേഷണത്തിന് ശ്രമിച്ചത് ഞങ്ങളല്ല. CAG റിപ്പോർട്ട് വന്നു. CAG റിപ്പോർട്ട് ഇടതുപക്ഷം ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നതായിരുന്നു. ഇന്ന് അഭിജിത്ത് ഇവിടെ പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട
VD സതീശനുണ്ടല്ലോ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞത്? VD സതീശൻ CAG റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസിനൊരു കത്ത് കൊടുത്തു. അതായത് CAG റിപ്പോർട്ട്, ഉമ്മൻചാണ്ടിക്കെതിരായ CAG റിപ്പോർട്ട് നിങ്ങളുടെ KPCCയുടെ രാഷ്ട്രീയ കാര്യ സമിതി ചർച്ച ചെയ്യണം. എന്താ ചർച്ച ചെയ്യേണ്ടത്? ഗൗരവതരമായ ആരോപണങ്ങളാണ് CAG റിപ്പോർട്ടിനകത്തുള്ളത്. ഈ കരാറുമായി ബന്ധപ്പെട്ട് ഞങ്ങളല്ല പറഞ്ഞത്. അത് ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലിരുന്ന് ഈ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്ന VD സതീശൻ തന്നെയാണ് പറഞ്ഞത്. ഇതെല്ലാം വേണമെങ്കിൽ താങ്കൾക്ക് കേൾപ്പിച്ചു തരാം. പത്രസമ്മേളനത്തിലാണ് പറഞ്ഞത്. മറ്റു പല രീതിയിലുള്ള ഓഡിയോ ഉൾപ്പെടെ, വീഡിയോ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ, അഭിലാഷ് സമയം തരികയാണെങ്കിൽ ഞാനത് കേൾപ്പിക്കാം. പിന്നെ ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്, അതായത് ഇത് PPP മോഡലിൽ നടത്തണമെന്നുള്ളതല്ല, ലാൻഡ് ലോഡ് മോഡൽ നടത്തണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എക്കാലത്ത് മുന്നോട്ട് പോയത്. സ്വപ്നമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ 1996 സഖാവ് VK നായനാർ ഈ ആശയം മുന്നോട്ട് വയ്ക്കുകയും ആദ്യമായി കേരളത്തിൽ അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞത്ത് നിർമ്മിക്കുന്നതിന് ഒരു ശാസ്ത്രീയ പഠനം നടത്താൻ വേണ്ടി കുമാർ ഗ്രൂപ്പിനെ അന്ന് ചുമതലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പഠനം പൂർത്തീകരിച്ചപ്പോൾ AK ആൻ്റണി അധികാരത്തിൽ വന്നു. AK ആൻ്റണി ടെൻഡർ നടപടികൾ തുടങ്ങി. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നായനാർ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച ആ പഠനം ഉൾപ്പെടെ പരിശോധിക്കാതെയാണ് ടെൻഡർ നടപടിയിലേക്ക് പോയത്. വിരോധാഭാസം എന്ന് പറയുന്നത് AK ആൻ്റണി ടെൻഡർ നൽകി ടെൻഡർ എടുത്ത കമ്പനി, ആ കമ്പനി ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി വന്നപ്പോൾ പിന്നീട് ആൻ്റണി മന്ത്രിസഭ കഴിഞ്ഞ് VS മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഇതേ AK ആൻ്റണി കേന്ദ്രത്തിലെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാവുകയും താൻ ടെൻഡർ കൊടുത്ത ആ കമ്പനിക്കുള്ള അനുമതി നിഷേധിക്കുകയും ചെയ്തു. ചൈനീസ് ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നീട് ഓരോ ഘട്ടങ്ങളും പരിശോധിച്ചാൽ അവിടെയെല്ലാം ഈ കാര്യങ്ങൾ ഓരോന്നോരോന്നായി കാണാൻ വേണ്ടി കഴിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത്, പിന്നീട് VS സർക്കാരിൻ്റെ കാലത്ത് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ 30 വർഷത്തിന് ശേഷം സർക്കാരിന് ഈ തുറമുഖം പൂർണ്ണമായും കൈമാറുകയും അതോടൊപ്പം തന്നെ 24% ഓഹരി, ലാഭത്തിൽ ഓഹരി സർക്കാരിനുണ്ടാവുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു അന്ന് കൈകാര്യം ചെയ്തത്. പിന്നീട് കമ്പനികൾ ഇതിൽ നിന്ന് പിന്മാറിപ്പോയ സമയത്ത് SBI ഉൾപ്പെടെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഉൾപ്പെടെയുള്ള ബാങ്കിനെ വെച്ചുകൊണ്ട്, സ്റ്റേറ്റ് ബാങ്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൺസോർഷ്യം, ആ കൺസോർഷ്യത്തിൻ്റെ നേതൃത്വത്തിൽ ലീഡ് പാർട്ട്ണറാക്കി വെച്ചുകൊണ്ട് കൺസോർഷ്യത്തിൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ, സർക്കാരിന് പൂർണ്ണമായും ലാഭം ഉണ്ടാകുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത്. ആ കൺസോർഷ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും എങ്ങനെയാണ് ആ പൊതുമേഖലയിൽ നിൽക്കുന്നതിനെ തടഞ്ഞതാരാണ്? അന്ന് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ജയറാം രമേശ് അതിന് അനുമതി നിഷേധിച്ചു. SBIയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യം പൊതുമേഖലയിൽ മാത്രം വിഴിഞ്ഞം പോർട്ട് വരുന്നതിനെ അന്ന് നിഷേധിച്ചു. അന്ന് പറഞ്ഞ കാരണം എന്തായിരുന്നു അറിയോ? വല്ലാർപാടം, കുളച്ചൽ, മദ്രാസ്, തൂത്തുക്കുടി തുറമുഖങ്ങൾ സമീപത്തുണ്ട് എന്ന തൊടുന്യായം പറഞ്ഞ് നിഷേധിച്ചു. എന്നിട്ട് പിന്നെ എന്താണ് അഭിജിത്തെ സംഭവിച്ചത്? നിങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാര്യം പറയുന്നുണ്ടല്ലോ. ഉമ്മൻചാണ്ടി പിന്നീട് അധികാരത്തിൽ വന്ന് 4 വർഷക്കാലം ഉമ്മൻചാണ്ടി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കടലാസ് കഷ്ണം നീക്കിയിട്ടുണ്ടോ? കടലാസ് കഷ്ണം നീക്കാത്തത് കൊണ്ട്, ഈ തുറമുഖത്തെ പാടെ അവഗണിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കേണ്ടി വന്നു. ഇതിനെതിരായിട്ടല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പദ്ധതിക്ക് വേണ്ടി നടത്തിയ നിരന്തര സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ 2012 10 മാസം 23-ാം തീയതി അന്താരാഷ്ട്ര തുറമുഖ ലോബിക്കും അതിന് കൂട്ടുനിൽക്കുന്ന UDF സർക്കാരിനുമെതിരായിട്ട് കൺവെൻഷൻ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന കൺവെൻഷൻ അന്ന് കോടിയേരിയാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് ഏപ്രിൽ മാസത്തിൽ 2013 ഏപ്രിൽ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൺവെൻഷൻ നടത്തി. ഒരു വികസന പദ്ധതിക്ക് വേണ്ടി ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ 2013 ഏപ്രിൽ 16-ാം തീയതി വിഴിഞ്ഞം മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർത്തു. ആ മനുഷ്യച്ചങ്ങലിൽ ആദ്യ കണ്ണി പിണറായി വിജയനുമാണ്, അവസാനത്തെ കണ്ണി CPI നേതാവായിട്ടുള്ള പന്നിൻ രവീന്ദ്രനുമാണ്. മാത്രവുമല്ല, പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ CPIഎമ്മിൻ്റെ നേതൃത്വത്തിൽ 212 ദിവസം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കണം, അത് പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായി സമരം ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് നിയമസഭയിലും പോരാട്ടം നടത്തി. 2014 ജനുവരി 1 നിയമസഭയിൽ കോടിയേരി ബാലകൃഷ്ണൻ
ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവന്നു. 2014 ഫെബ്രുവരിയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. 4 വർഷം ഉമ്മൻചാണ്ടി അനങ്ങിയില്ല. 5ാമത്തെ വർഷമാണ് ഈ കാര്യവുമായി മുന്നോട്ട് പോയത്. ആ കാര്യവുമായി മുന്നോട്ട് പോയി അവിടെ ഒരു കല്ലിട്ട് പോയതല്ലാതെ മറ്റൊരു കാര്യവും ചെയ്തില്ല. ആ കരാറിനെ കുറിച്ചാണ്, അവിടെ അദാനിയുമായി ഉണ്ടാക്കിയ കരാറിനെ കുറിച്ചാണ് VM സുധീരനുൾപ്പെടെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. ഇത് കേരള താല്പര്യമല്ല ഉയർത്തിപ്പിടിക്കുന്നത്, ഞങ്ങൾ പറഞ്ഞ 6000 കോടിയുടെ അഴിമതി എന്ന താല്പര്യം തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആ 6000 കോടിയുടെ കൊള്ള എന്നുള്ള താല്പര്യം തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നതെന്ന് VM സുധീരൻ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് അവിടെ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണ് ചെയ്തത്? അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കരാറിനെ വിമർശിച്ചിട്ടുണ്ട്, പക്ഷേ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തില്ല. കരാറിന് ഇതൊക്കെ പ്രശ്നം നിലനിൽക്കുകയാണെങ്കിലും ഇനിയും ഇങ്ങനെ ഇത്രയും ദീർഘകാലമായി പോകുന്ന ഈ പ്രശ്നത്തെ ഞങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകില്ല. ഞങ്ങൾ ഈ കരാർ തിരുത്തണമെന്ന് ആവശ്യപ്പെടും. കേരളത്തിന് കൂടുതൽ സഹായം വേണമെന്ന് ഈ കരാർ ഒപ്പിടുമ്പോൾ ആവശ്യപ്പെടും. പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തില്ല എന്ന് വ്യക്തമാക്കി 2016 ജനുവരി 1-ന് കോടിയേരി ബാലകൃഷ്ണനും ശ്രീ തോമസ് ഐസക്കും രണ്ടുപേരും പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു. പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു ഈ കരാറും പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ചിട്ടയായി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതിനിടയിൽ വന്ന പ്രതിസന്ധികളുണ്ടായിരുന്നു. 2016 അധികാരത്തിൽ വന്ന് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, 2017 ഡിസംബർ വരെ നിർമ്മിച്ചതാകെ ഓക്കിയിലൂടെ തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. 2018 വലിയ പ്രളയമുണ്ടായി, അസാധാരണമായ തിരമാലകളുണ്ടായി. 2019 വെള്ളപ്പൊക്കം, കോവിഡ്, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. പിന്നെ ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെയല്ല, തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ കല്ലുകൊണ്ടുവന്ന് കേരളത്തിലെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്തത് ഈ പദ്ധതി പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയത്. 2020 ശേഷം മികച്ച പുരോഗതി ഉണ്ടാകുകയും ഇന്ന് കാണുന്ന നേട്ടത്തിലേക്ക് എത്താനും വേണ്ടി കഴിഞ്ഞു. പിന്നെ സന്ദീപ് വാര്യർ അതിൻ്റെ ഇടയിൽ സ്റ്റാലിനെ പിണറായി വിജയൻ്റെ സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് വാക്കിനിടയിൽ കൂടെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കുന്ന ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കട്ടെ എന്ന് കരുതി അങ്ങനെയും പറയുകയാണ്. ഈ രീതിയാണ് സ്വീകരിച്ചത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇച്ഛാശക്തി, അത് നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ ഇച്ഛാശക്തി, അതോടൊപ്പം തന്നെ കൂട്ടായ പരിശ്രമം, ആ പരിശ്രമത്തിന്റെ വിജയമാണ്. അതിനിടയിൽ എക്കാലത്തും ഇതിനെ തകർക്കാനും കൊള്ളലാഭം ഉണ്ടാക്കാനുമുള്ള ശ്രമമാണ് UDF നടത്തിയത്. സ്വപ്നമെന്ന് പറയുന്നത് EK നായനാരുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുണ്ട്, എല്ലാവരിലൂടെയും കടന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം യഥാർത്ഥത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കുന്നത് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് വെച്ച അനുഭവം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, കേന്ദ്ര സർക്കാരിന് ഇതിൽ 9.6% മാത്രമാണ് ഓഹരിയുള്ളത്. പിന്നെ ഹരീഷ് വാസുദേവൻ പറഞ്ഞ കാര്യത്തിന് ഒറ്റ വാചകത്തിൽ മറുപടി പറയാം. പ്രിയപ്പെട്ട ശ്രീ ഹരീഷ്, ഒരു കാര്യം, നമ്മൾ മലയാളികളാണ്, നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കേന്ദ്രത്തിൻ്റെ വിഹിതം ഒന്നും കിട്ടുന്നില്ല. ഇവിടെ നമ്മൾ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ കേരളത്തിൻ്റെ പണം കൊടുക്കണം, 25% പണം നമ്മൾ കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ഗതികേടാണ്. കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ച പണം തരാത്ത ഒരു കേന്ദ്ര സർക്കാർ ഉള്ളത് കൊണ്ട്. പക്ഷെ അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്ന ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ് കേരളം പണം മുടക്കിയും ഇത്തരം വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് കേരളം മുന്നോട്ട്. ശ്രീ അഭിജിത്ത്, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ ക്രെഡിറ്റ് സംബന്ധിച്ച് തർക്കിക്കുന്നത് എത്രമാത്രം യുക്തിസഹമാണ്. ഇത് ഒരുപാട് സർക്കാരുകളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത്, MV രാഘവൻ്റെ കാലത്ത് ആലോചന ഉണ്ടായിരുന്നു, അദ്ദേഹം പോർട്ട് മിനിസ്റ്റർ ആയിരുന്ന കാലത്ത്. അതിനുശേഷം EK നായനാരുടെ കാലത്ത് അതിൽ പഠനങ്ങളുണ്ടായി. പക്ഷേ ഇതിൽ വളരെ ക്രൂഷ്യലായ ഒരു സ്റ്റെപ്പ് വരുന്നത് 2006 അധികാരത്തിലേറ്റ VSന്റെ കാലത്താണ്. അന്നാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചൈനീസ് കൺസോർഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ, അന്നത്തെ UPA സർക്കാർ ആ നടപടിക്രമങ്ങളെ തടഞ്ഞത്. ഇല്ലെങ്കിൽ അന്നത് യാഥാർത്ഥ്യമായനെ. പിന്നീട് എത്ര വൈകി എന്ന് നമുക്കറിയാലോ. അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞു. നിങ്ങൾ തർക്കലിട്ടു. താങ്കൾ ചോദിക്കട്ടെ, താങ്കൾ ഒരുപാട് പറഞ്ഞല്ലോ, ഇനി മറ്റുള്ളവരോട് പറയട്ടെ. പ്രധാനമാണ്. അപ്പോ ഇവിടെ ഇപ്പോ അത് കഴിഞ്ഞു, ഉമ്മൻചാണ്ടി തറക്കലിട്ടു. അതിനുശേഷമുള്ള കാലം, ഈ പദ്ധതി നിർമ്മാണം തുടങ്ങിയതിനു ശേഷം, അതൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ എത്തിയ ശേഷം സമരം നടന്നു. ആ സമരത്തെ പിന്തുണയ്ക്കുകയും ആ സമരത്തിന് വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് നിങ്ങൾ. അപ്പോൾ ഇത് ക്രെഡിറ്റിന് വേണ്ടി തർക്കിക്കുന്നത് അയുക്തികമാണ്. അഭിലാഷ്, അങ്ങ് ബഹുമാന്യനായ ശ്രീ സജീഷ്, അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം കൊടുത്തിരുന്നെങ്കിൽ 2015 ഡിസംബറിൽ
ബഹുമാന്യനായ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ് ഇതിന് തറക്കല്ലിട്ടത് എന്ന് വരെ പറഞ്ഞു വെച്ചേക്കുമായിരുന്നു. ശരി, ഞാൻ അത് ഓൺ ചെയ്യുന്നില്ല, അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. പിന്നെ 1995 ഒക്ടോബർ 11 ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ അങ്ങ് പറയുന്ന വസ്തുതയ്ക്ക് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചർച്ചയാണ്. താങ്കളുടെ അവസരത്തിൽ താങ്കളുടെ ദീർഘമായ സംസാരത്തിൽ അടുത്ത റൗണ്ടിൽ താങ്കൾ വരുമ്പോൾ പറഞ്ഞോളൂ ബാക്കി കാര്യം. സംവദിക്കാൻ തയ്യാറാണ്. നോക്കൂ, നിങ്ങൾ സംസാരിക്കുന്ന സമയത്തല്ല നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടിരുന്നത് എന്റെ മര്യാദയാണ്. ഒരു ചർച്ചയല്ലേ, ആ ഒരു ചർച്ചയല്ലേ, പറയട്ടെ. ഒരു ചർച്ചയിൽ നിങ്ങൾ കുറെ പുകമറയുണ്ടാക്കി വെച്ച് പിന്നെയും അതിന് മറുപടി നൽകുമ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നമുണ്ടാക്കി ചർച്ചയെ വഴിതിരിച്ചു വിടല് എന്ന് സജീഷിനോട് വിനീതമായി സൂചിപ്പിക്കുന്നു. ഒന്ന്, നിങ്ങൾ വെറുതെ MVRന്റെ ഒരു ജന്മം ഒന്ന് എടുത്ത് വായിക്കുക. പ്രിയപ്പെട്ട ശ്രീ അഭിലാഷ്, അങ്ങടക്കമുള്ള പാനലിസ്റ്റുകൾ ഇത് വായിച്ചിട്ടുണ്ടാകും. എങ്കിലും പ്രിയപ്പെട്ട ശ്രീ സജീഷ്, അങ്ങയുടെ അറിവിലേക്ക് തരാം. നിങ്ങൾ പറഞ്ഞല്ലോ കുമാർ കൺസോഷ്യായിട്ട് എപ്പോഴാണ് ഇത് ധാരണ ഒപ്പിടുന്നത്? എപ്പോഴാണ് ഒപ്പിടുന്നതെന്ന് ചോദിച്ചാൽ അത് 1995 ഒക്ടോബർ 11 ബഹുമാന്യനായ ശ്രീ AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ബഹുമാന്യനായ ശ്രീ MVR അടക്കമുള്ള ആളുകൾ മുൻകൈയെടുത്ത അതെങ്ങനെയാ നിങ്ങളുടെ ഒരു നേട്ടമായി കാണുക? പറയുമ്പോൾ നിങ്ങൾ അതൊക്കെ പറയണമെന്നേ. MVRന്റെ ഒരു ജന്മത്തിൽ നിങ്ങൾ എഴുതി വെച്ച 379ാമത്തെ പേജിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ഇന്ത്യയുടെ 75% ചരക്കും കൈകാര്യം ചെയ്യുന്നത് കൊളംബോ, സിംഗപ്പൂർ, ദുബായ്, സലാല തുറമുഖങ്ങളാണ് എന്ന് തുടങ്ങുന്ന ഒരു പാരഗ്രാഫ്. അതിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ആശയം മനസ്സിലിട്ട് താലോലിച്ചതും അത് പ്രാവർത്തികമാക്കാനുള്ള പരിപാടികൾക്ക് ആമുഖം കുറിച്ചതും. സർക്കാർ ഖജനാവിൽ പണമില്ലാത്തതിനാൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള തുറമുഖ വികസനത്തിനാണ് പദ്ധതിയിട്ടത്. അങ്ങനെ 1995 ഒക്ടോബർ 11 ഹൈദരാബാദിലെ കുമാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമായി ധാരണാപത്രം ഒപ്പിട്ടു. ഇതാണ് 1995 ഒക്ടോബർ 11 AK ആന്റണി മുഖ്യമന്ത്രി, ബഹുമാന്യനായ ശ്രീ MVR അടക്കമുള്ള ഇടപെടൽ. അതിൽ തന്നെയുണ്ട് ശ്രീ അഭിലാഷ്, അതുകൂടി പറയാം. അതിൽ തന്നെ രണ്ടാമത്തെ അതിന്റെ അടിയിലത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ വരുന്നു: എന്നാൽ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം 100 വർഷമെങ്കിലും തുറമുഖം സ്വകാര്യ കമ്പനിയുടെ അധീനതയിലാകുമെന്ന് CPM മുഖപത്രമായ CPM ദേശാഭിമാനി പ്രചരിപ്പിച്ചത്. അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നേരത്തെ 2015 കടൽക്കൊള്ള എന്ന് പറഞ്ഞ പോലെ 100 വർഷക്കാലം സ്വകാര്യ കമ്പനിക്കാണ് ഇതിന്റെ ഉടമസ്ഥാവകാശമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ 30 കൊല്ലം മുൻപ് തുടങ്ങിയ ഇടങ്കോലിടൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞാൽ കുത്തിത്തിരിപ്പുണ്ടല്ലോ, CPMന്റെ വികസന വിരോധമുണ്ടല്ലോ, അത് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, 1995 ഒക്ടോബർ 11 ആരംഭിച്ചതാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും നോക്കൂ അഭിലാഷ്, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോലും ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ വാക്കുകൾ കോൺഗ്രസിനെതിരെ തിരിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അഭിലാഷ്, നോക്കൂ, ഞങ്ങൾ എങ്ങനെയാ, കോൺഗ്രസ്സുകാർ എങ്ങനെയാ ഈ സമരത്തിനൊപ്പം നിന്നു എന്ന് പറയുന്നത്? ഈ കൃത്യമായി 2015 ഈ സ്ഥലമേറ്റെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള ടെൻഡറുകൾ പൂർത്തീകരിച്ച് തറക്കല്ലിട്ട് പദ്ധതി ആരംഭിക്കുമ്പോൾ മറ്റൊരു ക്ലോസ് ഉണ്ടായിരുന്നു. എന്താ ക്ലോസ്? ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇരകളാകുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ 473 കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടി ഭരണകൂടം. അതിൽ നിന്ന് ഒരടി മുമ്പോട്ട് പോകാൻ ഈ ഭരണകൂടത്തിന് സാധിച്ചോ? പിണറായി വിജയന്റെ ഭരണം 8 വർഷക്കാലം മുമ്പോട്ട് പോകുമ്പോൾ ആ തീരദേശ മേഖലയിലെ ജനങ്ങൾ അവരുടെ കിടപ്പാട് നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ ഞങ്ങൾ കൂടെ നിൽക്കുമെന്നേ. ആ കൂടെ നിൽക്കുമ്പോൾ 2015 ഡിസംബറിൽ ഞങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്: 473 കോടി രൂപയാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് വേണ്ടി മാറ്റിവെച്ചത്. ഒന്നും ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി തൊഴിലാളികൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പറയും ആ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം ഈ പദ്ധതി പൂർത്തീകരിക്കാൻ. അതാ അന്നും ഞങ്ങളുടെ നിലപാട്, അതാ ഇന്നും നിലപാട്, അതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിലപാട്. അതുകൊണ്ട് ഇത് അഭിലാഷൊക്കെ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഇത് ഉമ്മൻചാണ്ടിയുടെ തന്നെ സ്വപ്ന, ഞങ്ങൾക്ക് തർക്കമൊന്നും വേണ്ട. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാകുമ്പോൾ അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും. അതിനെയൊക്കെ സമന്വയിപ്പിച്ച് ഈ കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ സ്വപ്നം, അത് മറ്റൊന്നുമല്ല. നിങ്ങൾ തർക്കം വേണ്ട. പിന്നെ രണ്ടാമത്തത്, ഈ പറയുന്ന
അഭിലാഷ്, നിങ്ങൾ 2015 ആരംഭിച്ച ഈ സജീഷ് പറയുന്ന വാദങ്ങളെയൊക്കെ നമുക്ക് എണ്ണിക്കണ്ടേ? 2015 ഇവർ ആരംഭിച്ചു, വിഴിഞ്ഞം പദ്ധതി അഴിമതിയാണ്, ഇത് നടത്തൂല, നടപ്പിലാക്കില്ല എന്ന്. അങ്ങനെയാണ് ജസ്റ്റിസ് എൻ രാമേന്ദ്രൻ നായർ അധ്യക്ഷനും മുൻ ഷിപ്പിംഗ് സെക്രട്ടറി കെ മോഹൻദാസ്, അതേപോലെ ഓഡിറ്റിംഗ് ഓഫീസറായ PJ മാത്യു എന്നിവരെ വെച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയല്ലോ. അങ്ങ് ഉമ്മൻചാണ്ടിയെയും വിഴിഞ്ഞം പദ്ധതിയെയും തകർത്ത് കളയാമെന്ന് വിചാരിച്ച് എന്താണ് ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതി കേരളത്തിന് മുതൽക്കൂട്ടാണ് എന്ന് ആ കമ്മിറ്റി, പിണറായി വിജയന്റെ ഭരണകൂടത്തിന് കീഴിൽ വെച്ച കമ്മിറ്റിയും റിപ്പോർട്ട് നൽകി. അതൊരു വാസ്തവം. അതുകൊണ്ട് വീണ്ടും അഭിലാഷ് ഞാൻ സൂചിപ്പിക്കുന്നു, കഴിഞ്ഞ 30 വർഷമായി വിഴിഞ്ഞം പദ്ധതിക്ക് എന്തെങ്കിലും രീതിയിൽ തുരങ്കം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച പ്രസ്ഥാനത്തിന്റെ പേരാ CPM. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വൻകിട വികസന പദ്ധതി നോക്കൂ നിങ്ങൾ പറയുന്നുണ്ടല്ലോ സതീഷേ, ഏതെങ്കിലും ഒരു വൻകിട വികസന പദ്ധതി, ഒരു 100 ആൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന, കേരളത്തിന് ഗുണകരമാകുന്ന ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങൾ വെച്ചോ? ഞങ്ങൾക്ക് പറയാനുണ്ടെന്നേ. വിഴിഞ്ഞം പദ്ധതി ഉണ്ട്, കണ്ണൂർ എയർപോർട്ട് ഉണ്ട്, കൊച്ചിൻ മെട്രോ ഉണ്ട്, സ്മാർട്ട് സിറ്റി ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിലെ കണ്ണൂർ എയർപോർട്ടിന് റൺവേക്ക് നീളമില്ല എന്ന് പറഞ്ഞ് ആദ്യം ഇവര് പശുവിനെ മേയ്ക്കുന്ന പുല്ലില്ല എന്ന് പറഞ്ഞു സമരം ചെയ്തു. രണ്ടാമത്തത് റൺവേക്ക് നീളമില്ല എന്ന് പറഞ്ഞു. ആ റൺവേ 1 ഇഞ്ച് വികസിപ്പിക്കാൻ സാധിക്കാതെ ഇന്നും ഉമ്മൻചാണ്ടിയെ കുറ്റം പറഞ്ഞു പോകുന്നവരാണ് ഈ നാട്ടിലെ വികസനം ജനങ്ങൾ കാണുന്നുണ്ട്. ഇത് സജീഷിനുള്ള മറുപടി. രണ്ടാമത് അല്ലല്ല, ഒരു മിനിറ്റ് പ്രിയപ്പെട്ട അഭിലാഷ്, ഇവിടെ ഈ സന്ദീപ് വാര്യർ, നിങ്ങൾ കാഴ്ചക്കാരാ, തർക്കമൊന്നും വേണ്ട BJP-ക്കാർ. പിന്നെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലടക്കം ഷെൽ കമ്പനികളിലൂടെ കോടികളുടെ കള്ളപ്പണം നിക്ഷേപിക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് അദാനിയെ ഇനിയും ചോദ്യം ചെയ്യും, കോർപ്പറേറ്റുകളെ ഇനിയും ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അദാനിയെ കൂട്ടുപിടിച്ച് രാഹുൽ ഗാന്ധിയുടെ അടക്കം പാർലമെന്റ് അംഗത്വം അസാധുവാക്കാൻ ശ്രമിച്ച BJP ഇവിടെ മറ്റൊരു പരിചയമൊന്നും വേണ്ട. ഇന്ത്യയെ ഇങ്ങനെയാക്കിയത്, ഇന്ന് ഇന്ത്യ കാണുന്ന രീതിയിലുള്ള വികസനങ്ങൾ ഉണ്ടായത്, അത് പ്രൈവറ്റൈസേഷൻ അടക്കം ഇന്ത്യയുടെ അനിവാര്യതയാണെന്ന് കാണുമ്പോൾ അത് നടപ്പിലാക്കിയ കോൺഗ്രസിനെയൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ വികസനത്തെ കുറിച്ച് പഠിപ്പിക്കല്ലേ. പിന്നെ അദാനിയല്ല, മോഡിയുടെ ഏതെല്ലാം അനുരജന്മാർ ഈ നാട്ടിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ, പ്രതിരോധ മേഖലയെ തകർക്കാൻ ശ്രമിച്ചാൽ അതിനെയൊക്കെ ഇനിയും ചോദ്യം ചെയ്യും. അവരുടെ നിലപാടുകളെ കർശനമായി തെരുവിലും പാർലമെന്റിനകത്തും കോൺഗ്രസ് നേരിടും. നിങ്ങളൊക്കെ ഇതാണ്, ഇത്രയേ ഉള്ളൂ. അദാനിയുടെ കേവലം കുഴലൂത്തുകാരൻ മാത്ര. ഞങ്ങൾ ഈ നാടിന് വേണ്ടി നിലകൊള്ളുക, ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുക. നിങ്ങൾ ഇവിടുത്തെ ചില ഇപ്പോഴും നിങ്ങളുടെ സംസാരം നോക്കൂ, വിഴിഞ്ഞം പദ്ധതിയെ ഞങ്ങളുടെ ഭരണകൂടം എന്തെങ്കിലും ചെയ്ത് മുമ്പിൽ കൊണ്ടുവരുമെന്നേ അല്ല. നിങ്ങൾ പറയുന്നത് നിങ്ങൾ അദാനിയെ സംരക്ഷിക്കുമെന്ന, ഞങ്ങൾ പറയുന്നത് ഈ നാടിനെ സംരക്ഷിക്കുമെന്ന. ഞങ്ങൾ പറയുന്നത് നാടിനെയും ജനങ്ങളെയും സംരക്ഷിക്കണമെന്ന. വീണ്ടും പറയുന്നു, വിഴിഞ്ഞം പദ്ധതി അത് ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നെങ്കിൽ ആ ഉമ്മൻചാണ്ടി എന്ന സൂര്യനെ പാഴ്മുറം കാട്ടി മറയ്ക്കാനൊന്നും അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം അത് സംരക്ഷിക്കാനുള്ള നിലപാടും ഈ ഭരണകൂടം സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെയും ഞങ്ങളുടെയും ആഗ്രഹം. ശരി, ശ്രീ സന്ദീപ് വാര്യർ, ഇതിന്റെ പൊളിറ്റിക്സും ക്രെഡിറ്റ് തർക്കവും ഒക്കെ മാറ്റിവെച്ചാൽ ഇതിപ്പോൾ സ്വപ്ന പദ്ധതിയാണ്, കുറേ അധികം അഡ്വാൻറ്റേജസ് പറഞ്ഞു. അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള സ്വാഭാവിക ആഴമുള്ള തുറമുഖം, അത് കേരളത്തെ ദുബായിയോ സിംഗപ്പൂരോ കൊളംബോയോ ഒക്കെ ആക്കും എന്നൊക്കെ പഴയ 90കൾ മുതൽ ആവർത്തിച്ച് കേൾക്കുന്ന കാര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ ഗൗതം അദാനിക്ക് പോലും ഇക്കാര്യത്തിൽ താല്പര്യമില്ലാതിരുന്നത് എന്ന ഗൗരവപൂർണ്ണമായ ഒരു പ്രശ്നം അവിടെയുണ്ട്. ഒന്ന്, പല കമ്പനികളെയും കൺസോർഷ്യങ്ങളെയും സർക്കാർ നോ പറഞ്ഞ് ഒഴിവാക്കി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ മറ്റുമൊക്കെ നോ വന്നു. അതിനപ്പുറത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതൊന്നും ഇല്ലാതിരിക്കെ ടെൻഡറിന് ആളുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത് സാധ്യമായത്? ഇത് സാധ്യമായത് KV തോമസിന്റെ വസതിയിൽ നടത്തിയിട്ടുള്ള ഒരു അനൗദ്യോഗികമായ പ്രഭാത കൂടിക്കാഴ്ചയിൽ ഉമ്മൻചാണ്ടി ഇവിടെ നിന്ന് പോകുന്നു, അദാനിയും ഉമ്മൻചാണ്ടിയും KV തോമസും അടങ്ങുന്ന ഒരു ലൈസൺ വർക്കിലൂടെ അദാനിയെ ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലാതെ അദ്ദേഹം സ്വാഭാവികമായി ആകർഷിക്കപ്പെട്ട് ഇതിപ്പോൾ വലിയ സംഭവമാകുമെന്ന് വിചാരിച്ച് വന്നതേ അല്ല, അദ്ദേഹത്തെ പേഴ്സ്വേഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ തന്നെ ഇവിടെ ഹരീഷൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ 3/1 സ്ഥലം അവിടെ ടൗൺഷിപ്പ് റിയൽ എസ്റ്റേറ്റ് സംഗതികൾക്ക് വേണ്ടി അവർക്ക് കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നത് വളരെ കുറവാണ്. പൈസ മുടക്കുകയും വേണം, എന്നാൽ അഡ്വാൻറ്റേജ് കുറവാണ്. അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നത് അദാനിക്കാണ്. ഇങ്ങനെയൊക്കെയുള്ള ക്ലോസുകളൊക്കെ അംഗീകരിച്ച് അദാനിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നതാണ് എന്ന സാഹചര്യം കൂടെ ഉണ്ട്. അല്ല, അഭിലാഷ് പറഞ്ഞതിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. അദാനിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നതാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? വിഴിഞ്ഞം പോർട്ടിന് സാധ്യതകളില്ലാത്തത് കൊണ്ടല്ല, കേരളത്തിലേക്ക് വരാൻ പലർക്കും ഭയമായതുകൊണ്ടാണ്. ആ ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടാക്കിയത്
കേരളം ഭരിച്ച ആളുകളും പ്രത്യേകിച്ച് CPM-ഉം മാധ്യമങ്ങളടക്കമുള്ളവരും എല്ലാവരും ചേർന്ന് ഈ കോർപ്പറേറ്റ് വിരുദ്ധത, മുതലാളിത്ത വിരുദ്ധത, കേരളം മാത്രം ഇന്ത്യയിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ഭൂപ്രദേശം, ഞങ്ങൾ ക്യൂബളമാണ്, ക്യൂബയിലേതുപോലെ എല്ലാം സർക്കാർ മേഖലയിൽ നടത്തേണ്ടതാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് ജനങ്ങളുടെ മസ്തിഷ്കത്തെ മുഴുവൻ ആ രീതിയിൽ ചിന്തിക്കുന്നതാക്കി മാറ്റി. സ്വാഭാവികമാണല്ലോ, വ്യവസായികൾ, ഇൻവെസ്റ്റേഴ്സ് കേരളത്തിലേക്ക് വരാൻ ഭയക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് വിഴിഞ്ഞത്തെ ചൂണ്ടിക്കാണിക്കാം. വിഴിഞ്ഞം പദ്ധതി മോശമായതുകൊണ്ടല്ല, കേരളത്തിലെ സാഹചര്യം മോശമായതുകൊണ്ടാണ് കേരളത്തിലേക്ക് ഇൻവെസ്റ്റേഴ്സ് വരാത്തത്. ഉദാഹരണങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കേരളത്തിലെ ടൂറിസം പ്രൊജക്ടുകൾ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരുപാട് വ്യവസായ സാധ്യതകൾ, ഒട്ടേറെ സാധ്യതകൾ ഇവിടെ ഉള്ളപ്പോഴും എന്തുകൊണ്ട് കേരളത്തിലേക്ക് മുതൽ മുടക്കാൻ ആളുകൾ വരുന്നില്ല? അവർക്ക് ഒരുപക്ഷെ ഗൗതം അദാനിക്ക് കൊടുത്തതുപോലെ ഉറപ്പ് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. ഇവിടെ അദാനി ആയതുകൊണ്ട് മാത്രം, അദാനിക്ക് സാഹചര്യങ്ങളെ നേരിടാൻ കഴിവുള്ളത് കൊണ്ട് മാത്രം, അതിന് മാത്രമുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ളത് കൊണ്ട് മാത്രം, എക്സ്പെർട്ടൈസ് ആയതുകൊണ്ട് മാത്രം അദ്ദേഹം വിഴിഞ്ഞത്ത് വരാൻ തയ്യാറായത് അദ്ദേഹത്തിന്റെ ചങ്കൂറ്റമാണ്. അത് സമ്മതിച്ചേ പറ്റൂ. മറ്റൊരു കാര്യം, ഇവിടെ ഹരീഷ് വാസുദേവൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ പോർട്ട് മുഴുവൻ ഗവൺമെന്റ് നയിക്കേണ്ടതല്ലേ, ഗവൺമെന്റ് ആണ് നടത്തേണ്ടത്, ഭരണഘടന അങ്ങനെ പറയുന്നു. നോക്കൂ, നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന വികസന മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ സർക്കാരുകളാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അത് സ്വാതന്ത്ര്യത്തിന് ശേഷം 50 വർഷവും അത് പോരാതെ വന്നു. അങ്ങനെയാണ് സ്വകാര്യ മേഖല കൂടി വേണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ റോഡുകളുടെ വികസനമാണെങ്കിലും, റെയിൽവേ വികസനമാണെങ്കിലും, എയർപോർട്ടുകളാണെങ്കിലും, സീ പോർട്ടുകളാണെങ്കിലും അവിടെ എല്ലാം ഇപ്പോൾ സ്വകാര്യ നിക്ഷേപം വന്നിട്ടുള്ളത്. വിഴിഞ്ഞം പോലൊരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെതായ സാഹചര്യത്തിൽ ഒരു ഇൻവെസ്റ്റർക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി സർക്കാരിന്റെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ കുഴപ്പമാണ്, അത് അവരുടെ കുഴപ്പമല്ല. എന്തിലും ദോഷൈകതൃക്കായിട്ട് എന്തിലും കുറ്റം കണ്ടെത്തുകയും വികസനത്തെ മുഴുവൻ തടസ്സപ്പെടുത്താൻ വേണ്ടി തുരങ്കം വെക്കാൻ വേണ്ടി നടക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ വിഴിഞ്ഞത്തും കൂടംകുളത്തും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇത്തരം കപട പരിസ്ഥിതിവാദികളെയൊക്കെ നേരിടാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. 2, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അദാനിയുടെ കാര്യം പറഞ്ഞു. ഞാൻ അദാനിയെ മാത്രമല്ല പറയുന്നത്, അദാനിയാണെങ്കിലും, അംബാനിയാണെങ്കിലും, ടാറ്റയാണെങ്കിലും, യൂസഫ് അലി ആണെങ്കിലും അതുപോലെയുള്ള കോർപ്പറേറ്റുകൾ ഒരു നാടിന്റെ വികസനത്തിന് അത്യാവശ്യമാണ്. അവരാണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കുന്നത്, അവരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള നിരവധി അദാനിമാരും, അംബാനിമാരും, ടാറ്റമാരും, യൂസഫ് അലിമാരും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണം. ഇവിടെ വിഴിഞ്ഞം പോർട്ട് ഉണ്ടാകാനുള്ള സാഹചര്യം കോൺഗ്രസ്സുകാരനൊന്ന് പരിശോധിക്കണം. കോൺഗ്രസിന്റെ വലിയ സ്വപ്നത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഭരിച്ച കാലഘട്ടത്തിൽ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായില്ല? എന്തുകൊണ്ട് നിങ്ങൾ സാധിച്ചില്ല? അവിടെയാണ് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചൊരു കാര്യം പ്രസക്തമാവുന്നത്. ചൈനീസ് ഒരു കൺസോർഷ്യം വന്നു എന്ന് പറഞ്ഞു. ഞാനതിൽ കോൺഗ്രസിന്റെ നിലപാട് സ്വാഗതം ചെയ്യുകയാണ്. ചൈനീസ് കൺസോർഷ്യം വന്നാൽ അവരെ ഇവിടെ അനുവദിക്കാൻ സാധിക്കില്ല. നമ്മുടെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ട്രാറ്റജിക് ലൊക്കേഷനിലുള്ള ഒരു പോർട്ടിൽ ചൈനീസ് കൺസോർഷ്യം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന ലോജിക്ക് ആർക്കും മനസ്സിലാവില്ല. അത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് എടുത്താണെങ്കിൽ ശരി, അന്നത്തെ കേന്ദ്ര സർക്കാർ എടുത്തത് അത് ശരിയായ തീരുമാനമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ചൈനീസ് കൺസോർഷ്യത്തിന് ഇപ്പോ പാകിസ്ഥാൻ ഗൗദർ തുറമുഖം കൊടുത്തതുപോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം നമ്മളെ ഏറ്റവും അധികം ശത്രുതയോട് കൂടി കാണുന്ന ഒരു രാജ്യത്തിന് നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പോർട്ടിന്റെ ആക്സസ് കൊടുക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇവിടെ മൊബൈൽ ടെക്നോളജിയുടെ 4Gയുടെയും 5Gയുടെയും ഒക്കെ സാധ്യതകൾ വന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ചൈനീസ് കമ്പനികളെ വിലക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട സ്ഥലത്തും ചൈനീസ് കമ്പനികളുടെ ആധിക്യം വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് കമ്പനി വരാത്തത് നന്നായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ ഈ കോൺഗ്രസ്സുകാർ പറയുന്ന കാര്യം, അദാനി വിരോധമൊക്കെ പറയുന്നുണ്ടല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെ അദാനി വന്നിട്ടുണ്ട്, അദാനിയുമായി നിങ്ങൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അദാനി ഇത്ര തൊട്ടുകൂടാത്തവനാണെങ്കിൽ പിന്നെ എന്തിനാണ് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുവന്നുള്ളത്? അപ്പൊ ഈ അദാനിയെ കുറിച്ചൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വാചോടോപം നടത്തുന്നതിനപ്പുറം നിങ്ങൾക്ക് പ്രോപ്പറായി അദാനിക്കെതിരെ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഒരു കുറ്റകൃത്യവും ആരോപിക്കാനും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ കാഴ്ചക്കാരാണെന്ന് കോൺഗ്രസ്സുകാരൻ പറയുന്നത്. പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ 30 പാർട്ടിയാണല്ലോ ഇപ്പൊ രാജ്യം ഭരിക്കുന്നത്. നിങ്ങൾ 3-ാം വട്ടം തോറ്റ് തുന്നമ്പാടി പ്രതിപക്ഷത്തിരിക്കുന്ന നിങ്ങളാണോ ഞങ്ങളൊക്കെ കാഴ്ചക്കാരാ പറയുന്നത്? ഞങ്ങളാണ് മിസ്റ്റർ ഈ രാജ്യം ഭരിക്കുന്നത്, ഞങ്ങളാണ് ഇതിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുത്തത്, അങ്ങനെയാണ് അതിന്റെ കമേഴ്സ്യൽ വയബിലിറ്റി ഉണ്ടായത്, അങ്ങനെയാണ് പോർട്ട് യാഥാർത്ഥ്യമായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയില്ലാതെ കേന്ദ്ര സർക്കാർ എല്ലാ നടപടിക്രമങ്ങളും വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ വിഴിഞ്ഞം പോർട്ടിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. പ്രധാനമന്ത്രി 2-3 വട്ടം ആവർത്തിച്ച് പല അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും, പ്രത്യേകിച്ച് പോർട്ടുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളിലും വിഴിഞ്ഞം പോർട്ടിന്റെ പ്രാധാന്യത്തെ എടുത്തു സൂചിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. 2023 മുംബൈയിൽ നടന്നിട്ടുള്ള സമ്മേളനത്തിലടക്കം അദ്ദേഹം പറഞ്ഞത് വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന്റെ വികസനത്തിലെ നിർണായക കാൽവെപ്പായിരിക്കും. വിഴിഞ്ഞം മാത്രമല്ല, നിങ്ങൾ കരുതേണ്ടത് BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വികസിപ്പിക്കുന്നത് വിഴിഞ്ഞം പോർട്ട് മാത്രമല്ല, തൊട്ടപ്പുറത്ത് കുളച്ചലുണ്ട്. ഇനി ഇതിനേക്കാൾ വലിയ മദർഷിപ്പ് വരുന്ന ഒരു പോർട്ട് ആൻഡമാനിൽ വരാനിരിക്കുകയാണ്. ആൻഡമാൻ നിക്കോബാറിൽ ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി, അത് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഡിഫൻസിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോഴാണ് കോൺഗ്രസ് ആയിരുന്നു പറയുന്നത് നിങ്ങൾ കാഴ്ചക്കാരാണ്. നിങ്ങൾ ചുരുങ്ങിയ പക്ഷേ ഇത് കാണുന്ന ആൾക്ക് വിവരം ഉണ്ടെന്നെങ്കിലും ധരിക്കണ്ടേ? നിങ്ങളൊക്കെ രാജ്യം ഭരിച്ച കാലമൊക്കെ കഴിഞ്ഞു, അതൊക്കെ കുറെ കാലം മുമ്പ്. അടുത്ത
കാലത്ത് നിങ്ങൾ വരാനും പോകുന്നില്ല. 15 വർഷത്തേക്കാണ് ഞങ്ങൾക്ക് ജനങ്ങൾ ഭരിക്കാൻ അംഗീകാരം മാന്യതൊക്കെ ഉണ്ട് പറയുമ്പോൾ. ശരി, ഓക്കെ. ശ്രീ ഹരീഷ് വാസുദേവൻ, അല്ലല്ല, അഭിജിത്തിലേക്ക് വരാം. താങ്കളുടെ ടേണിൽ വരാം. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇവിടെ ഇപ്പോ മുമ്പ് പ്രവചിച്ചതുപോലെ അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുത്തത് മാതിരി ബ്രേക്ക് വാട്ടർ നിർമ്മാണം നടക്കുമ്പോൾ അവിടെ കര ഇല്ല, ഒരു ഭാഗത്ത് കര കുറയുന്ന സാഹചര്യം ഒന്നും, കുറേ അധികം ആളുകൾ പ്രതിസന്ധിയിലായി, പലർക്കും പള്ളിയുടെ അഭയവും അല്ലെങ്കിൽ ആ ചെറിയ കമ്മ്യൂണിറ്റി ഹാളിലൊക്കെ തിങ്ങി നിറഞ്ഞ് ജീവിക്കേണ്ടി വന്നു. ഭവനരഹിതരായ ആളുകളുണ്ട്. വികസനത്തിന് എപ്പോഴും കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയും ചെയ്യുമല്ലോ. അത് പ്രോപ്പറായിട്ട് പരിഹരിച്ചില്ല എന്നുള്ളതായിരുന്നു മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അവരതിന് സമരം ചെയ്തു. പക്ഷേ ആ സമരത്തിന് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അതിന് ആ നിലയ്ക്കുള്ള മുന്നോട്ട് പോക്ക് സാധ്യമായില്ല. എന്തായാലും ഈ പദ്ധതി വരുന്നതോടുകൂടി, പദ്ധതി എന്തായാലും യാഥാർത്ഥ്യമായി അതിന്റെ ട്രയൽ റൺ നടക്കുന്നു. പദ്ധതി വരുന്നതോടുകൂടി അത്തരം പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ അടിസ്ഥാനപരമായി ചോദിച്ച ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ് അഭിലാഷ്. അത് കുറേ വർഷങ്ങളായി നിൽക്കുന്നു, ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്. അതായത് കേരളത്തിൽ പുതിയ നിക്ഷേപങ്ങൾ വരാത്തത് കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങൾ കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. കാരണം വിഴിഞ്ഞം കേരളത്തിലെ തൊഴിൽ നിയമങ്ങളോ മറ്റ് സംഗതികളോ നോക്കാതെ ഒരു SEZ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. തീർച്ചയായിട്ടും കേരളത്തിലെ അത്തരം പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഇൻവെസ്റ്റ്മെൻറ്റിന് എതിരായിട്ടുള്ള നിയമങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു എന്ന് പറഞ്ഞ തൊഴിൽ ഇഷ്യൂകൾ അടക്കം മാറ്റിവെച്ചുകൊണ്ട് ചെയ്യാവുന്ന SEZ നമുക്കറിയാം. വല്ലാർപ്പാടം വന്നാണല്ലോ. നമ്മൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം വല്ലാർപ്പാടം ഓർത്തിരിക്കുന്നുണ്ട്. 2000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി ഒരു മദർ പോർട്ടാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ് വല്ലാർപ്പാടം. എന്താണ് ആ 2000 കോടിയുടെ നിക്ഷേപത്തിന് 15 വർഷങ്ങൾക്ക് ഇപ്പുറം അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് ഇപ്പുറം നമുക്ക് കിട്ടിയ ഗുണം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ചർച്ച പോലും ചെയ്യാൻ തയ്യാറില്ല. കാരണം ഇൻവെസ്റ്റ് ചെയ്തത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അതുകൊണ്ട് ആ പൈസ കടലിൽ പോയി അല്ലെങ്കിൽ കായലിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ. നിരന്തരമായ ഡ്രഡ്ജിങ് വഴി സാധ്യമല്ലാത്തതുകൊണ്ട്, അത് വയബിൾ അല്ലാത്തതുകൊണ്ട് കൊച്ചിൻ പോർട്ട് ഏതാണ്ട് മൃതാവസ്ഥയിൽ കിടക്കുകയാണ്. പറഞ്ഞു വന്ന ഇതേ തരത്തിലുള്ള എന്താണോ വിഴിഞ്ഞത്തെപ്പറ്റി ഇപ്പോൾ എഴുതുന്നത് അതുപോലെയുള്ള എഴുത്താണ് വല്ലാർപ്പാടത്തിൻ്റെ ഉദ്ഘാടന കാലത്ത് എഴുതിയത്. മാധ്യമങ്ങളും അതിനെ പിന്തുണച്ചു. ഞാൻ പറയുന്ന അടിസ്ഥാന പ്രശ്നം അവിടെ കിടക്കുകയാണ്. അതായത് നാച്ചുറൽ ഡെത്ത് ഉണ്ട് എന്ന് പറയുകയും നിരന്തരമായി ഡ്രഡ്ജിങ്ങിന് പണം ചെലവഴിക്കേണ്ടി വരികയും ചെയ്യുന്നത് വിരോധാഭാസമാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ വിഷയം അഭിലാഷ് പറഞ്ഞതാണ്. പ്രാദേശികമായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് കരയെടുത്ത് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്, അപ്പുറത്ത് കര വെച്ച് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇത് അവിടുത്തെ നാച്ചുറൽ മണലൊഴുക്കിൻ്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതും അതിന് പരിഹാരം നിർദ്ദേശിക്കേണ്ടതുമാണ്. ശാസ്ത്രീയമായ പഠനവും പരിഹാരവും നിർദ്ദേശിക്കേണ്ട എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് സ്റ്റഡീസ് പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ സർക്കാരുകളുടെയോ ഇടപെടൽ കാരണം നടക്കാതെ വരികയും മറിച്ച് തട്ടിക്കൂട്ട് സംരംഭമായി മാറുകയും ക്ലിയറൻസ് കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ വസ്തുത അവിടെ പരിഗണിക്കാതെ വരികയും സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ നാച്ചുറൽ അക്രീഷൻ അവിടെ ഉണ്ടാവുകയും ഈ പുതിയ പഠന റിപ്പോർട്ടിൽ പോലും അതിനെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കണമെന്ന് പറഞ്ഞ 2 സെക്ടറുകൾ ഈ പുതിയ DPR ഇല്ല. EIA റിപ്പോർട്ട് സമർപ്പിച്ചതിലില്ല. അഭിലാഷിന് നോക്കാം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്ക് നോക്കാം, വെബ്സൈറ്റിലുണ്ട്. ഈ മണൽ അവിടെ കൊണ്ട് വെക്കും. അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയാണ് ഡ്രഡ്ജിങ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പാരിസ്ഥിതിക ആഘാതങ്ങൾ, സാമൂഹിക ആഘാതങ്ങൾ എന്ന് പഠിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ടേംസ് ഓഫ് റെഫറൻസ് പാലിക്കാതെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരിസ്ഥിതി ആഘാത റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ ഈ സ്റ്റഡി റിപ്പോർട്ട് ഇല്ല. ഇത് എങ്ങനെയാണ് നാളെ വരാൻ പോകുന്നത്, ഇത് എങ്ങനെയാണ് ഇതിനെ ബാധിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞ ആളുകളെ മാത്രമല്ലല്ലോ, കാശ് മുടക്കിയ പദ്ധതിയെ എങ്ങനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് പഠിക്കണ്ടേ? അതുപോലും ചെയ്യാതെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. ഇത് പരിശോധിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പരിസ്ഥിതി വിരുദ്ധരോ അല്ല വികസന വിരുദ്ധരാവും. ഇത് വസ്തുത ചൂണ്ടിക്കാണിക്കാൽ വികസന വിരുദ്ധരാവും. അപ്പോൾ എൻ്റെ പോയിന്റ് നാളെ ഇത് ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി പറയാം. ഇത് വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൊളംബോയുമായും ദുബായുമായും ഒക്കെ നമ്മൾ മത്സരിക്കും, എന്നൂർ പോർട്ടുമായിട്ട് ചെന്നൈയുമായിട്ട് നമ്മൾ മത്സരിക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ചർച്ച 12 വർഷം പിന്നിടുമ്പോൾ ഇപ്പോൾ വിഴിഞ്ഞത്ത് കപ്പലെടുക്കുമ്പോൾ നമ്മളുടെ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന അദാനി തന്നെയാണ് കൊളംബോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേ അദാനി തന്നെയാണ് എന്നൂരിൽ ചെന്നൈയിൽ പുതിയ പ്രോജക്റ്റ് ഏറ്റെടുത്ത് അവിടെ മദർഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്നത്. അപ്പോൾ ഈ അദാനി തന്നെ അദാനിയുടെ പ്രോജക്റ്റുകളുമായി മത്സരിക്കുമ്പോൾ വിഴിഞ്ഞത്തിനാണോ പ്രാധാന്യം കൊടുക്കുക, അവർ നിക്ഷേപിച്ചിട്ടുള്ള മറ്റേതെങ്കിലും പ്രോജക്റ്റിനാണോ പ്രാധാന്യം കൊടുക്കുക? അദാനിയുടെ ഗതി എന്താ പറയുക, അവരുടെ മെഴ്സിയിൽ കടന്നു പോകേണ്ടി വരുന്ന ഒരു പ്രോജക്റ്റാണ്. അദാനിയെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെന്റ് വളരെ തുച്ഛമാണ്. സർക്കാരിൻ്റെയാണ് മേജർ ഇൻവെസ്റ്റ്മെന്റ്. അദാനി ഇൻവെസ്റ്റ് ചെയ്തതിലും കൂടുതൽ പൈസ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ കേരള സർക്കാർ ഒരു രാഷ്ട്രീയ കക്ഷിയെ എതിർപ്പുമില്ലാതെ അദാനി ഈ പ്രോജക്റ്റ് വൈകിപ്പിച്ചതിന് പണം ഇങ്ങോട്ട് തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് ആർബിട്രേഷൻ തുടങ്ങിയത്. ആ ആർബിട്രേഷനിൽ കേരളം എത്ര കോടി രൂപയാണ് അദാനിയോട് ആവശ്യപ്പെട്ടത്? ആ ആർബിട്രേഷൻ ഏകപക്ഷീയമായി പിൻവലിച്ച് 5 വർഷത്തേക്കുള്ള എക്സ്റ്റൻഷൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ പ്രോജക്റ്റ്. ഞാൻ പറഞ്ഞത് പ്രോജക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും സർക്കാരിന് നഷ്ടമുണ്ടാകരുതെന്നും അദാനിയുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കണമെന്നുള്ള പൊതു നിലപാടിലാണല്ലോ നിൽക്കുന്നത്. അതുപോലും പിൻവലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏകപക്ഷീയമായി അദാനിക്ക് മാത്രം ലാഭമുണ്ടാവുന്ന
ഒരു പ്രോജക്റ്റുമായി ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. ഇതിൽ എത്ര തൊഴിലവസരം ഉണ്ടാവും എന്നുള്ള വിശദാംശങ്ങളൊന്നും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ അടിസ്ഥാന പ്രശ്നം മണ്ണ് അവിടെ നാച്ചുറൽ ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമോ, സംസ്ഥാന സർക്കാർ മുടക്കിയ പണമെങ്കിലും അടുത്ത 30 വർഷം കൊണ്ടെങ്കിലും തിരിച്ചു കിട്ടുമോ എന്ന പ്രശ്നം ബാക്കി കിടക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം വളരെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു പ്രശ്നം നമ്മൾ അഡ്രസ് ചെയ്തിട്ടില്ല. ശരി, നമുക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. അല്ല ശ്രീ അഭിലാഷ്, നമുക്കറിയാം ഇന്ന് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഞാൻ അതിന്റെ ഇന്നലകളെ കുറിച്ചൊക്കെ കൃത്യമായി സൂചിപ്പിച്ചു. അവിടെ കേവലം ഉമ്മൻചാണ്ടി 2015 തറക്കല്ലിട്ട് പോയതല്ലേ. അവിടെ BJP പ്രതിനിധി ഘോരം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നു 2011 അന്ന് ബഹുമാന്യനായ അന്നത്തെ ശ്രീ ജയറാം രമേശ് അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി ബഹുമാനപ്പെട്ട ശ്രീ ശശി തരൂർ അദ്ദേഹത്തിനൊക്കെ ഇടപെടൽ അത്രയും വലുതാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതികൾ നേടിയെടുക്കാൻ നിരന്തരം ഇടപെട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ അന്നത്തെ UPA ഭരണകൂടത്തിന്റെ കൂടി പിന്തുണയോടെ എന്ന് BJPയുടെ സാന്ദർഭ്യമായി സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ പിന്നെ അല്ലല്ല ഈ BJPക്കാർ ഇവിടെ ഇന്ത്യയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത് ചൈന എന്ന് പറയുന്ന ചൈനയ്ക്കെതിരെ അക്ഷരം മിണ്ടാതെ പ്രധാനമന്ത്രിയുടെ ആളുകളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ചൈനയെ കുറിച്ചൊക്കെ ചെയ്തിട്ട് പറഞ്ഞാൽ നല്ലതാണ്. ഈ രാജ്യത്തിന്റെ എല്ലാ രീതിയിലുള്ള സവിശേഷതകളും താങ്കളുടെ അവസരം ഞാൻ ഒരു മിനിറ്റായി പറയുന്നു. സന്ദീപ് വാര്യർക്കുള്ള മറുപടി സന്ദീപ് ശബ്ദം കൂട്ടി പറയേണ്ട കാര്യമൊന്നും അഭിജിത്ത് ഇവിടെ അവതരിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും. ഒരു കാര്യം അഭിജിത്തെ, ഒരു കാര്യം, ഞങ്ങൾ 6,000 കോടിയുടെ കടൽക്കൊള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പറഞ്ഞപ്പോ ആഹാ, നിങ്ങളുടെ VM സുധീരൻ ഇത് പറഞ്ഞപ്പോ ഓഹോ, ഇതെന്ത് നിലപാടാണ്? VD സതീശൻ CAG റിപ്പോർട്ടിനെ കുറിച്ച് ഗുരുതരമായ അന്വേഷണം നടത്തണമെന്ന് KPCC കത്ത് കൊടുത്തു. അത് നിങ്ങൾക്ക് വേറെ നിലപാട്. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ കോൺഗ്രസ് കമ്മിറ്റിയിലെ അന്നത്തെ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അന്നത്തെ VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അംഗീകരിച്ചതാണ്, പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യ ചങ്ങലയുടെ കാര്യം നേരത്തെ പറഞ്ഞു. വളരെ നന്ദി സതീഷ്, സന്ദീപ്, ഹരീഷ് വാസ്തവൻ, 4 പേർക്ക് നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.